നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന മനുഷ്യന്റെ വിശപ്പടക്കാൻ മാത്രം പര്യാപ്തമാവണം നീ. നിനക്ക് എന്തെങ്കിലും കുറവുണ്ട് നീ എന്നോട് ചോദിക്കുക, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുക, അതെല്ലാം നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവന്. ഈ ജൂലൈ 3-ാം തീയതി നമ്മൾ എന്താഘോഷിക്കാൻ പോവുകയാണ്? ദുഃഖാന തിരുനാള്. അവിടെ നമ്മുടെ വിശ്വാസിന്റെ പിതാവായ തോമാസ് ലീഗ എന്താ പറഞ്ഞത്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇത് നമ്മൾ കൊട്ടിഘോഷിക്കുകയാണ്. തോമാസ് ലീഗയുടെ വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോൾ ഇതിനു മുമ്പ് ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തിയവനാണ് ഈ അന്ത്രയോസ് എന്ന് പറയുന്ന മനുഷ്യന്. അവൻ പറയുകയാണ് 5 ബാർലിയപ്പവും 2 മീനുമുണ്ട്. അതുമാത്രമല്ല, ഒന്നും കൂടെ ഉണ്ട്. എന്നതാ? കർത്താവ് കൂടെയുണ്ട്. ഈ തൂക്കുപാത്രം നിറയെ അപ്പവും പിടിച്ച് നിൽക്കുന്ന കൊച്ചിന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന കരുതലുള്ളൊരമ്മ, ഈ ബാർലിയപ്പവും 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള കൊച്ച് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അവനെ കരുതലോടുകൂടെ കൊണ്ടു നടക്കുന്ന ഒരു അപ്പന്റെയും അമ്മയുടെ ചിത്രം വരച്ചു വെക്കുക. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ പിന്നിലും വിശ്വാസ ജീവിതത്തിന്റെ പിന്നിലും ആത്മീയ ജീവിതത്തിന്റെ പിന്നിലും കരുതലുള്ള ഒരു അപ്പനും അമ്മയും ആകുവാനായിട്ട് നമ്മുടെ മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും വിളികൾ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ദൈവം ദാനമായി നൽകിയത് മുഴുവനും അവൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു നിപ്പുണ്ടല്ലോ, അതിനെ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഈ 5 ബാർലിയപ്പവും 2 മീനും കൊണ്ടുവന്ന കൊച്ച് ഇത് മുഴുവനും അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് അവൻ നോക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഒരു പരിശുദ്ധ കുർബാനയെ ഞാൻ നിങ്ങളൊക്കെ പങ്കുചേരുമ്പോഴും ഈ അന്ത്രയോസ് കാണിച്ച മനോഭാവത്തോടു കൂടെ നമുക്കുള്ളത് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന ഒരു ആത്മസമർപ്പണത്തിൻ്റെ വേദിയായിട്ട് മാറണം. ഈ കൊച്ചിനെ പോലെ മടി കൂടാതെ കൊടുക്കാൻ പറ്റുന്നവരായിട്ട് നമ്മൾ മാറണം. അവിടെ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ ആലയത്തിലായിരിക്കുക എന്നുള്ളത്. ഈ ദൈവിക പരിപാലനയുടെ മുമ്പിൽ നമുക്ക് തമ്പുരാന് നന്ദി പറയാം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ നമ്മുടെ പാദങ്ങൾക്ക് ബലവും, ജോലി ചെയ്യുവാൻ നമ്മുടെ കരങ്ങൾക്ക് കരുത്തും, കാണുവാൻ കണ്ണുകൾക്ക് കാഴ്ചശക്തിയും, കേൾക്കുവാൻ കാതിന് കേൾവിശക്തിയും, സംസാരിക്കാൻ നമ്മുടെ അധരങ്ങൾക്ക് സംസാരശേഷിയും നൽകി നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ നിന്ന് കർത്താവ് ഒരു നിമിഷം പോലും പിന്മാറിയിട്ടില്ല. നാം ഒരു നിമിഷം പോലും അവിടുത്തെ മുമ്പിൽ നന്ദിയോടുകൂടി ആയിരുന്നില്ല എങ്കിൽ പോലും കർത്താവ് നമ്മെ പരിപാലിക്കുന്നതിൽ സംരക്ഷിക്കുന്നതിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്ന് നമ്മുടെ ജീവിതം തന്നെ സാക്ഷിയാണ്. ദൈവമേ, നിന്റെ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ നന്ദി പറയുവാനായിട്ട് ഒരു ജീവിതം മതിയാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. ജീവിതത്തിൻ്റെ നിസ്സാരമായ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ വാവിട്ട് നിലവിളിക്കുമ്പോൾ നീ നടത്തിയ വഴികൾ എത്ര മനോഹരമായിരുന്നുവെന്ന് തിരിച്ചറിയാൻ കർത്താവെ ഞങ്ങളുടെ അകക്കണ്ണ് തുറക്കുന്നു തരണമേ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പിടി നിയോഗങ്ങളല്ല ഞങ്ങളുടെ ജീവിതം. ദൈവം ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച ആ ദൈവിക നിയോഗമാണ് ഞങ്ങൾ സഫലീകരിക്കപ്പെടേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കരുണ്യവാനായ കർത്താവെ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ വരങ്ങളാൽ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പ്രതിസന്ധികളുടെയും സങ്കടങ്ങളുടെയും ആകുലതകളുടെയും ഉത്കണ്ഠകളുടെയൊക്കെ നടുവിൽ കർത്താവേ, നിന്റെ വചനം ഞങ്ങൾക്ക് കരുത്ത് പകരുവാൻ, നിന്റെ വചനത്തോടനുസരിച്ച് ജീവിക്കുവാൻ, ദൈവഗതത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ആലയത്തിൽ അമ്മയുടെ തിരുകുമാരൻ്റെ വചനങ്ങൾ വായിക്കുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ജ്വലിക്കുന്നതിന് വേണ്ടി അമ്മ തിരുകുമാരൻ്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. തിരുകുമാരനെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി വളർത്തിക്കൊണ്ടുവന്ന പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതവും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി വളർന്നു വരുവാൻ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി വളർന്നു വരുവാൻ കൃപ നീ തിരുകുമാരൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് കാവലിരുന്ന് വിശ്വസിച്ച പിതാവേ, ഈ മണിക്കൂർ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ദൈവികമായ സത്യങ്ങളുടെയും ദൈവികമായ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നിശബ്ദമായിട്ടിരുന്ന് അങ്ങയുടെ സ്വരം കേൾക്കുവാൻ തക്കവണ്ണം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞങ്ങളുടെ ഹൃദയം ജ്വലിക്കുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗീയ പിതാവിൻ്റെ പക്കൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളായ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. യേശു തിബേരിയസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയി. വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു, കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരുടെ കൂടെ അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഫിലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ട്, എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? യേശു പറഞ്ഞു, ആളുകളെയെല്ലാം ഭക്ഷണത്തിന് ഇരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ടം നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായി ഇവനാണ്. അവർ വന്നതിനെ രാജാവാകാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ ഭാവിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കിരിക്കാം. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഒരുപാട് തവണ ചേട്ടൻ നിന്ന് വചനം പ്രസംഗിച്ചിടത്താണ് ഞാൻ നിൽക്കുന്നുള്ളൊരു ബോധവും ഒരു ഭയവും ഒക്കെ എനിക്കുണ്ട് ഉള്ളിൽ. ഞാനൊരു ധ്യാനഗുരു ഒന്നുമല്ല, സാധാ ഒരു ഇടവകയിലിരിക്കുന്ന ഒരു ഇടവക വൈദികൻ എന്ന നിലയിൽ മാത്രമാണ്. പിന്നെ എവിടെ വചനം പ്രസംഗിക്കാനായിട്ട് ആര് വിളിച്ചാലും മാക്സിമം ഓടിയെത്താൻ നോക്കുന്നോ പറയില്ല. കാരണം അതിനു വേണ്ടിയാണല്ലോ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രസംഗ ചാതുരിയോ വാഗ്വിലാസത്തിനൊന്നും ആവശ്യമില്ല എന്ന് എനിക്കറിയാം. കാരണം കർത്താവിൻ്റെ വചനമാണ്, ദൈവമാണ് എൻ്റെ അധരങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വാക്ചാതുരിയുടെ ഒന്നും ആവശ്യമില്ല. മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമെന്ന് അനുഭവിച്ചറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാനും. തീർച്ചയായിട്ടും നല്ല ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ട്രെൻഡാണ് ഈ ബൈബിൾ കൺവെൻഷനുകളൊക്കെ. ഒരുപാട് കൺവെൻഷനുകളൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഈവൻ നമ്മുടെ ഈ ശനിയാഴ്ച കൺവെൻഷൻ പോലും ഒരു കാലഘട്ടത്തിൻ്റെ ആധ്യാത്മികതയുടെ ഭാഗമായിട്ട് തീർന്നിരിക്കുന്നതാണ്. നമ്മുടെ പഴയ തലമുറകളിലേക്ക് നോക്കുമ്പോൾ വളരെ വിസ്മയത്തോടു കൂടിയാണ് പഴയ തലമുറയെ ഞാൻ നോക്കിക്കാണുക. ഞാനൊരു ബേസിക്കലി ഒരു ഇടവകയിലെ അച്ഛനാണ്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടുകൾ മുഴുവനും ആ ഒരു ശൈലിയിലാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കേവലം ഒരു 52 ഞായറാഴ്ചത്തെ പരിശുദ്ധ കുർബാനയും ഏതാനും ചില കടവുള്ള ദിവസങ്ങളുടെ കുർബാനയും ആഘോഷമായ ഒരു 3 പെരുന്നാൾ കുർബാനയും മാത്രം കൊണ്ട് സാറ്റിസ്ഫൈഡായ ആത്മസംതൃപ്തി അടഞ്ഞ ദൈവാനുഭവമുള്ള ഒരു തലമുറയുടെ പിൻതലമുറക്കാരാണോ നമ്മൾ? ആണോ ഇല്ലയോ? ആണോ ഇല്ലയോ? എന്ത് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? ധ്യാനത്തിൻ്റെ ഇതായോണ്ടാണോ? ആണോ ഇല്ലയോ? അതായത് നമ്മുടെ മാതാപിതാക്കന്മാരുടെ ഒരു സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത എന്ന് പറയുന്നത് കടമുള്ള ദിവസത്തിൻ്റെ കുർബാനയുടെ പരിശുദ്ധമായൊരു ആചരണം അല്ലേ? അത്രയല്ല ഉണ്ടായിരുന്നല്ലോ അവർക്ക്. ഇന്നത്തെ പോലെ ധ്യാനവോ കൺവെൻഷനുകളോ വല്ല ഉണ്ടായിരുന്നോ? അല്ലെ ഇവിടെ ഇരിക്കുന്ന സീനിയേഴ്സായിട്ടുള്ള അപ്പച്ചന്മാർ പറയട്ടെ, ഉണ്ടായിരുന്നോ? ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ.
അവർക്കുണ്ടായിരുന്ന ദൈവാനുഭവത്തിൻ്റെ 10-1 ജീവിതത്തിൽ നിന്ന് തികഞ്ഞെടുക്കാൻ നമുക്കുണ്ടോ? എവിടെയാ നമുക്ക് കൈമോശം വന്നത്? സമൃദ്ധമായി വിളമ്പുന്നത് കൊണ്ട് വിശപ്പ് അറിയുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. നമുക്ക് ഇന്നലെ എല്ലാവരുടെയും പരാതി എന്നതാണ്. പണ്ട് നമ്മൾ ആ വീട്ടിൽ ആയിരുന്ന സമയത്ത് സ്കൂള് വിട്ട് അല്ലെങ്കിൽ പണി ചെയ്ത് മടുത്ത് കയറി വന്നപ്പോൾ അടച്ചൊട്ടിയുടെ മണ്ടേ വെച്ച് ആ മുളക് പൊട്ടിച്ച് ആ കഞ്ഞി ആർത്തിയോടുകൂടെ കഴിച്ചിരുന്നൊരു കാലഘട്ടത്തിൻ്റെ സംതൃപ്തി ഇന്ന് KFC ചിക്കൻ കൂട്ടി കഴിച്ചാൽ നമുക്കുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എന്തുകൊണ്ട്? വയററിയാതെ ഭക്ഷണം വിളമ്പുന്നത് കൊണ്ടാണോ? ഇന്ന് പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ കേൾക്കാൻ പോകുന്ന വചനഭാഗം അത് തന്നെയാണ്. നമുക്ക് അന്നേരം നമുക്ക് ചിന്തിക്കാം, ആ സമയം ആവട്ടെ എന്ന് കരുതിയിരിക്കുകയാണ്. ഈശോയിലേറെ സ്നേഹമുള്ളവർ, ഇതുപോലൊരു ബൈബിൾ കൺവെൻഷൻ കഴിഞ്ഞ് മറുകര ലക്ഷ്യമാക്കി നടക്കുന്ന ഈശോയുടെ വാഗ്മേയ ചിത്രം തീർത്തുകൊണ്ട് തന്നെയാണ് ഈ തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗം കടന്നു പോകുന്നത്. തിബേരിയസിൻ്റെ മറുകരയിൽ നടന്ന സുന്ദരമായ ഒരു വചനപ്രഘോഷണത്തിന് ശേഷം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, ബാ നമുക്ക് മറുകരയ്ക്ക് പോകാം. എന്തിനു വേണ്ടി അവരെ അക്കരയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്? വിശ്രമിക്കാൻ. ഇത്രയും മടിയനായ ഒരു മനുഷ്യനെ ഞാൻ സുവിശേഷത്തിൽ കണ്ടിട്ടില്ല. ഈശോയെ പോലെ വിശ്രമം അന്വേഷിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ബൈബിളിൽ കണ്ടിട്ടില്ല. മിക്കവാറും ഇടങ്ങളിൽ എന്താ ചെയ്യുന്നത്? എന്തിനാ അമ്മാരെ വള്ളത്തെ കയറ്റി വിട്ടത്? എന്തിനാ മറുകരയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്? എന്തിനാ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്? തിരക്കുകൾ ഏറുമ്പോൾ തൻ്റെ കൂടെയായിരിക്കുന്നവരെ വിശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ദൈവം, അതാണ് നമ്മുടെ കർത്താവ്. ആണോ അല്ലയോ? സംശയം വല്ലതും ഉണ്ടോ ആ കാര്യത്തിൽ? ശാന്തമാവുക, ഞാൻ ദൈവമാണ് എന്ന് നിങ്ങൾ ശാന്തമായിട്ടിരുന്നാൽ മതിയെന്നേ. കർത്താവിൻ്റെ ശക്തമായ കരങ്ങളുടെ കീഴിൽ നമുക്ക് താഴ്മയോടുകൂടെ ഇരിക്കാം. തക്ക സമയത്ത് അവൻ ഉയർത്തിക്കൊള്ളും. നമുക്ക് ആ ഒരു ശാന്തതയുണ്ടോ ജീവിതത്തിൽ? അപ്പോൾ ഒരു ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്ന് പറയുന്നത് വിശ്രമം തേടി പോകുന്ന ഇടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. ഒരാഴ്ച കാലഘട്ടത്തിൻ്റെ തിരക്കുകൾക്ക് ശേഷം അല്ലെങ്കിൽ തിരക്കുകളിടയിലും വിശ്രമം കണ്ടെത്തുന്ന ഇടമായിട്ട് കാർമൽ ധ്യാനകേന്ദ്രം മാറുമ്പോൾ, ഈ ബൈബിൾ കൺവെൻഷൻ മാറുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ദൈവാനുഗ്രഹമുണ്ട്. അപ്പോൾ ദൈവമായ കർത്താവ് തൻ്റെ മക്കളെ എപ്പോഴും ഈ ഒരു വിശ്രമത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പോയി മുറിയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി ഇട്ടേക്കാം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥ ഒന്നും ആകേണ്ട, അവിടെ ഒരുപാട് മുറി കിടപ്പുണ്ട്, ഞാനത് അടിച്ച് തൂർത്ത് വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്ക് എന്നാ ചെയ്യാൻ വരും എന്ന് പറഞ്ഞേക്കുന്നത്. പുള്ളിക്കാരൻ ഒറ്റയ്ക്കേ ഉള്ളെന്ന് ആരുമില്ല. സ്വർഗത്തിൽ ഒത്തിരി പേരുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ സഹായിച്ചതിന് ബാക്കി എല്ലാവരും താഴെയാണെന്നാണ് പണ്ടൊരു ധ്യാന ഗുരു പറഞ്ഞത്. അതുകൊണ്ട് ഈശോയ്ക്ക് തന്നെ കയറി പോകേണ്ടി വന്നു നമുക്ക് വേണ്ടിയുള്ള മുറികൾ അടിച്ചു വരാനിട്ട്. അപ്പോൾ ജീവിതത്തിൽ തിരക്കുകൾ ഏറുമ്പോൾ സ്നേഹമുള്ള എന്നെ ശ്രവിക്കുന്ന മാതാപിതാക്കന്മാരെയും ഒരപ്പൻ്റെയും അമ്മയുടെയും ഈ ഒരു ചിത്രം വരച്ച് വയ്ക്കപ്പെട്ട കുടുംബങ്ങളാണ് നമ്മുടെ കുടുംബങ്ങൾ. എന്തിനാ ത്രിസന്ധ്യാ സമയത്ത് വിളക്ക് കത്തിക്കാൻ നമ്മുടെ അപ്പനും അമ്മയും നമ്മോട് പറഞ്ഞത്? എന്തിനാണ് പണികളൊക്കെ തീർത്ത ഹൃദയ രൂപത്തിൻ്റെ പൊട്ടി തുടങ്ങിയ ചെതിൽ പിടിച്ച വലിയ കാണാൻ ഗ്ലാമറില്ലാത്ത ഇന്നത്തെ അത്രയും തിളക്കമില്ലാത്ത ഒരു പഴയ രൂപം വീട്ടിൽ ഓർക്കുന്നുണ്ടോ? അതിൻ്റെ മുൻപിൽ തിരികെത്തിച്ചതിൻ്റെയും വേണ്ട രീതിയിൽ വൃത്തിയാക്കാത്തതിൻ്റെ പേരിലും അതിന് പുറകിൽ വെച്ചിരിക്കുന്ന കുരുത്തോലകളുടെ അലങ്കാരം കാരണം മാറാല പിടിച്ചിരിക്കുന്ന ഒരു രൂപത്തിൻ്റെ മുമ്പിൽ മുടങ്ങാതെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇന്നത്തെ പ്രാർത്ഥനാമുറിയുടെ ശോഭയൊന്നും അതിനുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഇല്ല. എന്നിട്ട് പോലും പഴയ കൊന്തകളും പൊട്ടിത്തുടങ്ങിയ കുറേ ബെൻഡിങ്ങായും കുറേ കൊന്തയും പഴയ കുറേ ബൈബിളും പ്രാർത്ഥനാ പുസ്തകങ്ങളും കൊണ്ടൊക്കെ ഇരിക്കപ്പെടുന്ന വേണ്ടത്ര രീതിയിലൊരു വൃത്തിയില്ലാതിരിക്കുന്ന പ്രദേശത്തിരിക്കുമ്പോൾ എന്തോ ഒരു ദൈവാനുഭവം ഉണ്ടായിരുന്നു നമുക്കല്ലേ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ആദ്യത്തെ മനോഭാവം എന്ന് പറയുന്നത് തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൻ്റെ മുഴുവനും കടിഞ്ഞാൺ നമ്മുടെ കൈവശം ഇരിക്കണം. എത്ര ശക്തമായി കുതിര എത്ര നെട്ടോട്ടം ഓടാൻ പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും അത് കുതിരക്കാരൻ്റെ കയ്യിലിരിക്കുന്ന കടിഞ്ഞാണനുസരിച്ച് നീങ്ങുള്ളൂ അല്ലേ. വലിയൊരു ആനയാണ്, ആനയുടെ മണ്ടയിലിരിക്കുന്ന ആനപ്പാപ്പൻ എന്നാ ഒന്നുമില്ല, അവൻ്റെ കാലിൻ്റെ പകുതി പോലും ഇല്ല ആനയുടെ അല്ലേ. എന്നിട്ടും ആ ആനയെ അവൻ നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞതുപോലെ സ്നേഹമുള്ളവരെ, സന്ധ്യാസമയത്ത് നമ്മുടെ കുടുംബത്തെ വിശ്രമത്തിലേക്ക് വിളിക്കുന്ന മാതാപിതാക്കന്മാർ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ദൈവാനുഭവങ്ങൾ ചോർന്നു പോവില്ല എന്ന് വചനം നമ്മുടെ മുമ്പിൽ സാക്ഷ്യമാവുകയാണ്. അപ്പം തിബേരിയസ് മറുകരയിൽ നിന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നതും ഈ ഒരു വിശ്രമത്തിലേക്കാണ്. ഓരോ മാതാപിതാക്കന്മാരും, അതുകൊണ്ട് കാരണന്മാർ പറഞ്ഞു വയ്ക്കുന്ന ഒരു സുന്ദരമായൊരു പഴഞ്ചൊല്ലുണ്ട്, അന്ന് തീരാ പണി അന്തിയോളം പണിയരുതെന്നാണ് പറയുന്നത് അല്ലേ. അന്ന് തീരാ പണി അന്തിയോളം. ഇന്ന് നമ്മുടെ പണി തീരുമോ?
എല്ലാം മോർച്ചറിയിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലേ. ഒരാഴ്ച ഇപ്പം വേണമെങ്കിൽ നമുക്ക് ചൂടാക്കി കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിനകത്തും ഫ്രീസറിനകത്തും വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പണി തീരുമോ? കഴുകി ഈ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴും പാത്രം മുമ്പിൽ വയ്ക്കപ്പെടുമ്പോഴും പലതും നമ്മുടെ അടുപ്പയിൽ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മൈക്രോവനകത്ത് ചൂടായിക്കൊണ്ടിരിക്കുകയാണോ അല്ലയോ? അതുകൊണ്ട് ഈശോയിലേറെ സ്നേഹമുള്ളവരെയും വചനം കേൾക്കാനുള്ളതല്ല, അത് ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്താനുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ധ്യാനം കഴിഞ്ഞ് ഇന്ന് മടങ്ങി പോകുമ്പോൾ ഒരു 6 മണിക്ക് മുമ്പ് ശാന്തമാകുന്നൊരു ജീവിതത്തിന് ഉടമയായിട്ട് എനിക്ക് തീരാൻ പറ്റുമോ? വലിയ കാര്യങ്ങളൊന്നുമല്ല, സിമ്പിളായിട്ട് കാര്യങ്ങൾ. വിശ്രമിക്കണമെന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ, ജോലി ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. നമുക്ക് ആ ഈശോയുടെ മടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിടിക്കാനായി അതെപ്പോഴും വേണം, കാത്തു സൂക്ഷിക്കണം. ഒരു ശാന്തത എപ്പോഴും നമ്മുടെ ജീവിതം. അന്ന് നമ്മൾ ഒത്തിരി ഒന്നും ഓടിയിട്ടൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെയാണ്, ഇപ്പം നാളെ എൻ്റെ ഇടവയിൽ ഒരു അടക്കമുണ്ട്. മിനിങ്ങാന്ന് രാവിലെ പത്രം വായിക്കാൻ വേണ്ടി കസേരയിലിരുന്നതാണ്. കസേരയിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എടി ഇച്ചിരി ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ചേച്ചി കയ്യിലിരിക്കുന്ന തുണ്ടുപത്രം കയ്യിലേൽപ്പിച്ചിട്ട് ചൂടുവെള്ളം എടുക്കാൻ പോയതാണ്. തിരിച്ച് വന്നപ്പോഴത്തേക്ക് പത്രം താഴെ കിടക്കുന്നത് കണ്ടു. മനുഷ്യനൊരു സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്നത് കണ്ടു. കുലുക്കി വിളിച്ച് അനക്കമൊന്നുമില്ല. അത്രയേ ഉള്ളൂ. ഒരു 3 മിനിറ്റ് ഗ്യാപ്പേ കിട്ടിയുള്ളൂ, കൂടുതൽ സമയമൊന്നും കിട്ടിയില്ല. ഒന്ന് വെള്ളം എടുക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. അതുകൊണ്ട് ഒത്തിരി തിരക്കുകളൊന്നും നമുക്ക് വേണ്ട, ശാന്തമാവുക, ദൈവമാണ് എന്നറിയുക. ഈശോയെ പോലെ നമ്മുടെ കുടുംബാംഗങ്ങളെ മറുകരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. തിരക്കുകളുടെ ലോകത്ത് നിന്ന് തിരക്കില്ലാത്ത ഒരു മറുകര തേടി ഈശോയുടെ രൂപത്തിന് മുമ്പ് ശാന്തതയോടെ ഇരിക്കുന്ന നല്ല കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ രൂപപ്പെടണം. അങ്ങനെ മറുകരയിലേക്ക് കടന്നു വരുന്ന ജനക്കൂട്ടത്തെക്കുറിച്ച് ലൂക്കാ സമാന്തര സുവിശേഷങ്ങളിൽ പറഞ്ഞു വയ്ക്കുന്നതിനാണോ അവന് അവരോട് എന്തു തോന്നി എന്നാണ് പറഞ്ഞത്? അനുകമ്പ തോന്നി. കാരണം എന്നതാണ്? ഇടയനില്ലാത്ത ആടുകളെ പോലെ അവർ അലയുകയായിരുന്നു. അതുകൊണ്ട് ഈ ജനത്തോട് കരുണ തോന്നുകയാണ്. ആർക്കാണ്? ഈശോയ്ക്ക്. അപ്പം തൻ്റെ അരികിലേക്ക് മറുകര കടന്നു വരുന്ന, തൻ്റെ അരികിലേക്ക് വരുന്ന ജനക്കൂട്ടത്തോട് തോന്നിയ അനുകമ്പയാണ് നമ്മുടെ കുടുംബത്തോട് ദൈവം വരുത്തിയ അനുകമ്പ എന്ന് പറയുന്നത്. സന്ധ്യാസമയത്ത് ജീവിതത്തിലെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് ഞാനും നിങ്ങളൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ടല്ലോ. ഈ കടന്നുവരവിനെ ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് മുമ്പിലും നമ്മൾ വഴിമുട്ടി നിന്നപ്പോൾ ഉത്തരം തരുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചു ചേർത്ത ആ നിമിഷങ്ങളെയൊക്കെ ഓർത്തൊന്ന് നന്ദി പറയാൻ, അത് വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് തിരികെ പിടിക്കാനായിട്ട് നമുക്കാവണം. അപ്പം തൻ്റെ അരികിലേക്ക് വരുന്ന ജനക്കൂട്ടത്തെ നോക്കിക്കാണുന്ന ഒരു കർത്താവിനെയാണ് യോഹന്നാൻ സ്ലീഹ നമ്മുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് നൽകുന്നത്. അപ്പം തൻ്റെ അരികിലേക്ക് ജനക്കൂട്ടം വരുമ്പോൾ ഈ ജനക്കൂട്ടത്തെ കണ്ടിട്ട് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം എന്താണ് പറഞ്ഞത്? അവർക്ക് വിശക്കുന്നുണ്ടെന്ന്. വളരെ സിമ്പിളാണ്, പച്ചയായ ഭാഷയിൽ പറഞ്ഞു പോകുന്നത്. അവർക്ക് വിശക്കുന്നുണ്ട്. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് കയറി വരുന്ന ജീവിത പങ്കാളിയുടെയും മക്കളുടെയും മാതാപിതാക്കന്മാരുടെയൊക്കെയും വയറിൻ്റെ വിശപ്പ് മാത്രം തിരിച്ചറിയുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് വിലാപത്തിന്റെ പുസ്തകം 2:18 പറയുന്നത്, 4 കവലകളിൽ വിശന്ന് വീഴുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നീ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് അവിടെ നമ്മെ പഠിപ്പിക്കാൻ കാരണം അതല്ലേ. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് നീ ഉറക്ക നിലവിളിക്കണം. ബാക്കി എങ്ങനെയാ? നിന്റെ കണ്ണുനീര് രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് നീ ഉറക്ക നിലവിളിക്കുക, നിന്റെ കണ്ണിൽ ജലധാര പോലെ അത് ഒഴുകട്ടെ അല്ലേ. 4 കവലകളിൽ വിശന്ന് വീഴുന്ന മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നീ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. അപ്പം നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയുടെയും വിശപ്പ് തിരിച്ചറിയുന്നതായിട്ട് മാറണം. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മളൊക്കെ ഈ പരീക്ഷ കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു പേടിയുണ്ട്. നന്നായിട്ട് പഠിക്കുന്നതായതുകൊണ്ട് ഈ പരീക്ഷയുടെ റിസൾട്ടിന് നമുക്ക് ചെറിയ ഭയമുണ്ട്. പഠിക്കാത്ത പിള്ളേർക്ക് വിഷയമുണ്ടോ? പക്ഷെ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നതായതുകൊണ്ട് ഒരു വിഷയമുണ്ട്. അറിയാം, ഈ പരീക്ഷയുടെ ബോക്സിൽ ഒപ്പിട്ടുകൊണ്ട് അപ്പനാണ് കൊണ്ടുപോകേണ്ടത്. സ്കൂളിൽ ഓണപരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ 2 ആഴ്ച നമ്മുടെ മുഖത്ത് ഈ വക്രിച്ചത് ഒരു വളിച്ച മുഖം കാണുമ്പം അമ്മയ്ക്ക് ഏകദേശമൊക്കെ കാര്യം പിടികിട്ടും. പേപ്പറുകൾ ഓരോന്നോരോന്ന് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, തെളിച്ചം കുറഞ്ഞു വരുന്നുണ്ട് എന്ന്. അവിടെ കാണിച്ചു വരുമ്പോൾ അമ്മ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അമ്മയൊന്നും ചോദിക്കത്തൊന്നുമില്ല, എത്ര കിട്ടിയെന്നോ അന്വേഷിക്കാറുമില്ല. അമ്മ വരും, ഇവിടെ വിശക്കുന്നുണ്ടോ, വല്ലതും കഴിക്കടാ. അമ്മയുടെ കാര്യം അത്രയൊക്കെ ഉള്ളൂ. വിശക്കുന്ന പിള്ളേർക്ക് അപ്പം കൊടുക്കുക, കാര്യം നമ്മുടെ ദുഃഖം. അതിനുശേഷം ഏറ്റവും ചോദിക്കും, ഇതിനും പൊട്ടിയ ലക്ഷണം ഉണ്ടല്ലോ മുഖത്ത്, സാരമില്ല ഞാൻ ഒപ്പിട്ട് തരാം. ഇവിടെയൊക്കെ നമ്മളെ സേവ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരമ്മ. സ്നേഹമുള്ളവരെ, കടന്നു വരുന്ന മക്കളുടെ വിശപ്പ് തിരിച്ചറിയുന്ന ഒരു കണ്ണ് നമുക്കുണ്ടാവണം. ആരും ആയിക്കോട്ടെ,
തൻ്റെ അരികിലേക്ക് വരുന്ന ജനക്കൂട്ടത്തിൽ ആരും ഈശോയുടെ അരികിൽ വന്ന് പറഞ്ഞോ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോ? ഒറ്റ മനുഷ്യര് ഈശോയോട് പറഞ്ഞില്ല ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് എന്നും. പക്ഷേ കർത്താവ് പറയാണ്, ഫിലിപ്പോസിനോട് പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്, അവർക്ക് വിശക്കുന്നുണ്ട്, നിങ്ങൾ അവർക്ക് അപ്പം കൊടുക്കണം. ഓരോ മാതാപിതാക്കന്മാരോടും ഈ കാലഘട്ടത്തിൽ ദൈവം പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, അവർക്ക് വിശക്കുന്നുണ്ട്, നീ അവർക്ക് അപ്പം കൊടുക്കണം. അതിന് ശേഷം ഒരു വാക്കും കൂടെ എഴുതി വെക്കുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അവൻ നേരത്തെ മനസ്സിൽ തീരുമാനിച്ചിരുന്നു എന്നൊരു നമുക്ക് രക്ഷപ്പെടാനൊരു വാക്യം കൂടെ അവിടെ കുറിച്ച് വെക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന ഓരോ മനുഷ്യൻ്റെയും വിശപ്പ് തിരിച്ചറിയുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ കരുത്തുള്ളതായിട്ട് മാറുന്നത്. പണ്ടൊക്കെ ഞാനൊക്കെ അവർക്ക് ഞങ്ങളൊരു കൊച്ചു സാധാ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കാരൊക്കെ ഞങ്ങൾ വലിയ കാര്യങ്ങളൊന്നും വീട്ടിലില്ല. ആരെങ്കിലും വിരുന്നുകാർ എന്തെങ്കിലുമൊക്കെ വന്നെങ്കിൽ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയില്ല എങ്കിൽ ഈ വിരുന്നുകാർ പട്ടിണി പോവുകയുള്ളൂ, ഉറപ്പായ കാര്യമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ അയൽവക്കത്തെ ചേച്ചിക്ക് 2 കണ്ണുണ്ട്. ഒരു കണ്ണ് നമ്മുടെ വീട്ടിലായിരിക്കുന്നത്, ഒരു കണ്ണേ ആ ചേച്ചിയുടെ വീട്ടിലുള്ളൂ, ബാക്കി ഒരു കണ്ണ് എപ്പോഴും നമ്മുടെ വീട്ടിൽ. എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ്, ഒരു കണ്ണ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം വീട്ടിലേ ഉള്ളൂ. ആര് വിരുന്നുകാർ വന്നാലും അറിയാതെ നമ്മുടെ വീടിനുള്ളിൽ വിഭവസമൃദ്ധമായ വിരുന്ന് ഒരുക്കപ്പെട്ടിരിക്കും. നമ്മളതുകൊണ്ട് എന്നും നിരന്തരം പ്രാർത്ഥിക്കും, എന്നും ഓരോ വിരുന്നുകാരനെ കിട്ടാനായിട്ട്. കാരണം അയൽവക്കത്തെ വീട്ടിലെ കറികൾ മുഴുവൻ നമ്മുടെ വീട്ടിൽ നിസ്സാര വേഴിയിൽ ഇവിടെ എത്തുമായിരുന്നു എന്ന് പറഞ്ഞ എന്നതാണ്. കരുതലിൻ്റെ ഒരു നോട്ടം എപ്പോഴും ഉണ്ടായിരുന്നു. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളൊരു ആത്മീയതയുടെ പരിവേഷം കെട്ടി കുറേയേറെ മേഖലകളിലേക്ക് നമ്മൾ പോകുമ്പോൾ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നമ്മുടെ കണ്ണുകൾ ഉടക്കുന്നില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പറയാറുണ്ട്, പ്രാർത്ഥനക്കാരുടെ വീട്ടിലാണ് കൂടുതൽ പ്രശ്നമെന്ന്. ആണോ അല്ലയോ? ആണോ അല്ലയോ? കൂടുതൽ തന്നവനോട് കൂടുതൽ ചോദിക്കുന്നു. എവിടെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എനിക്കറിയില്ല അത് എവിടെയാ പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പം പ്രാർത്ഥിക്കാൻ ഇറങ്ങിയത് കൊണ്ട് എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടായെന്നല്ല പറയേണ്ടത്. കേൾക്കുന്ന വചനം മുൾച്ചെടികൾക്കിടയിലിരുന്ന് ഞെരുങ്ങുന്നതിൻ്റെ ആത്മനൊമ്പരമാവാം ഒരു പക്ഷേ, അല്ലേ? അതല്ല എങ്കിൽ ഈ വിതയ്ക്കപ്പെട്ട വചനത്തിൻ്റെ തോടുപെട്ടാനുള്ള പ്രയാസമായിരിക്കാം, അല്ലേ? പ്രസവത്തിന് തൊട്ടു മുമ്പ് അമ്മമാരെടുക്കുന്ന ഇറ്റുന്നോവുണ്ടല്ലോ, അല്ലേ? അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും സ്നേഹമുള്ളവരെ, തൻ്റെ അരികിലേക്ക് വരുന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ അവരോട് അനുകമ്പ തോന്നി ശിഷ്യന്മാരോട് പറയുകയാണ്, അവർക്ക് വിശക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നിങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിശപ്പ് എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അല്പം കൂടെയൊക്കെ ഒരു പ്രായോഗികത വേണമല്ലോ നമ്മുടെ ജീവിതത്തിലല്ലേ? എൻ്റെ ജീവിത പങ്കാളിയുടെ യഥാർത്ഥമായൊരു വിശപ്പ് എന്നതാണ്? എൻ്റെ കുടുംബത്തിൻ്റെ യഥാർത്ഥമായൊരു വിശപ്പ് ഇന്ന് എന്നതാണ്? അതുകൊണ്ട് ആ ഒരു വിശപ്പ് തിരിച്ചു. അതുകൊണ്ട് ആമോസ് പ്രവാചകനോട് അവിടെ നല്ല ചെയ്തു, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു ക്ഷാമം അയക്കാൻ പോവുകയാണ്. അത് വസ്ത്രത്തിനോ ഭക്ഷണത്തിനോ പാനീയത്തിനോ വേണ്ടിയുള്ളതായിരിക്കില്ല, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള ഒരു ക്ഷാമം അയക്കാൻ പോവുകയാണ്. ആണോ അല്ലയോ? അപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ യഥാർത്ഥമായ ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ വിശപ്പ് എന്താണ് എന്ന് നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് ഞാനൊരു ഇടവകയിലേക്ക് ശുശ്രൂഷയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വികാരിച്ചനൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ പേടി എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയാൻ അത്ര വലിയ ഭയമൊന്നുമില്ല. പക്ഷെ നാളത്തെ ഹോമിലി ഒന്ന് ഓർത്താൽ മതി, ഞായറാഴ്ച പ്രസംഗം ഒന്ന് മനസ്സിലോർത്താൽ മതി, എൻ്റെ മുട്ടുകാല് കൂട്ടിയിടിക്കും. ഞാനത് ഈ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ഞാൻ അതിശയോക്തി ഒന്നുമല്ല പറയുന്നത്. കാരണം എനിക്ക് പേടിയാണ് ഞായറാഴ്ച പ്രസംഗം പറയാനായിട്ട്. ഇങ്ങനെയൊക്കെ നിന്നൊക്കെ എങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ പറഞ്ഞു പോകും. പക്ഷേ ഞായറാഴ്ച പ്രസംഗം മാത്രം പേടിയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ മുമ്പിലിരിക്കുന്ന ജനത്തിൻ്റെ വിശപ്പറിയാതെ ഞാൻ ഭക്ഷണം വിളമ്പിയാലുണ്ടല്ലോ, ആരും കഴിക്കില്ലെന്ന് അത് ചവിട്ടി മെതിച്ച് കളയുകയുള്ളൂ. ആണോ അല്ലയോ? നിങ്ങൾക്ക് വേണ്ടാത്തത് വിളമ്പിയാൽ നിങ്ങൾ കഴിക്കുമോ? ആരെങ്കിലും കഴിക്കുമോ? എൻ്റെ ഉള്ളിലെ പേടി ഇതാണ്. ഫിലിപ്പോസിനോട് പറഞ്ഞതുപോലെ കർത്താവ് എന്നോട് പറയുകയാണ്, എൻ്റെ ജനത്തിന് വിശക്കുന്നുണ്ട്, അവർക്ക് ആവശ്യമായ ജീവന്റെ അപ്പവും കൊടുക്കാൻ നീ വിളിക്കപ്പെട്ടവനാണ്. ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് എൻ്റെ ജനത്തിന് ജീവിക്കാൻ ആവശ്യമായ ജീവന്റെ അപ്പം കീറി മുറിച്ച് കൊടുക്കാൻ 10 മിനിറ്റ് സമയം കൊണ്ട് എനിക്ക് ആവുന്നില്ല എങ്കിൽ എൻ്റെ പൗരോഹിത ജീവിതം അമ്പെ പരാജയപ്പെട്ടൊരു ജീവിതമാണ്. അതുകൊണ്ടായിരിക്കും ഇത് പേടി എന്ന് പറയുന്നത്. 1 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള ആൾക്കാർ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും അവർക്ക് എല്ലാവർക്കും വേണ്ട വചനം കൊടുക്കാൻ പറ്റണമെങ്കിൽ ഞാൻ എത്രമാത്രം ഒരുങ്ങണം സ്നേഹമുള്ളവരെ. ഞാനിത് പറഞ്ഞത് എൻ്റെ ഒരു പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഞാൻ അനുഭവിക്കുന്ന ഒരു വിഷമതയെക്കുറിച്ച് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമത എത്രമാത്രം വലുതാണ്.
നമ്മൾ മനുഷ്യൻ്റെ വിശപ്പറിഞ്ഞിട്ടാണോ, കുഞ്ഞുങ്ങളുടെ വിശപ്പറിഞ്ഞിട്ടാണോ, ജീവിത പങ്കാളിയുടെ വിശപ്പറിഞ്ഞിട്ടാണോ നമ്മൾ അപ്പം വിളമ്പി കൊടുക്കുന്നത്? വെറുതെ അങ്ങ് വിളമ്പിയല്ലോ, വെച്ച് വിളമ്പി കൊടുക്കുന്നല്ലേ ഉള്ളൂ. അതെത്ര പേര് സ്വാദിഷ്ടമായിട്ട് എത്ര പേര് അത് കഴിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന മനുഷ്യന്റെ വിശപ്പടക്കാൻ മാത്രം പര്യാപ്തമാവണം നീ. നിനക്ക് എന്തെങ്കിലും കുറവുണ്ട് നീ എന്നോട് ചോദിക്കുക, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുക, അതെല്ലാം നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവന്. അപ്പൊ നമുക്കൊന്നിനും കുറവില്ല. ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുക നിങ്ങൾ തുറക്കപ്പെടും എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വാഗ്ദാനങ്ങളൊന്നും ഒരു അല്പം പോലും അവിശ്വാസത്തിന്റെ കണിക പോലും ഇല്ല. എന്നിട്ട് എൻ്റെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ഈ ഒരു ദൈവാനുഭവം വെച്ചു വിളമ്പാനായിട്ട് നമുക്ക് പറ്റാതെ പോകുന്നു. നമ്മുടെ അരികിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന നാനാജാതി മതസ്ഥരുണ്ട്. കടന്നു പോകുന്ന വഴികളിലും കണ്ടുമുട്ടുന്ന വഴികളിലൊക്കെയും എത്രയോ വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവർക്ക് ആവശ്യമായ ഒരു ജീവൻ്റെ വചനം കൊടുക്കുവാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? അസീസിയിലെ പുണ്യവാളൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ചന്തയ്ക്ക് പോയിട്ട് വരാൻ പറയുന്നുണ്ട്. ശിഷ്യന്മാർ കേട്ടു, ചാടി ഇറങ്ങി അമ്മമാർ പുറപ്പെട്ടു. ചന്തയിൽ പോയി, എന്തിനാ പോയെന്ന് നമുക്കറിയില്ല. തിരിച്ച് ആശ്രമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഗുരുവിനോട് ചോദിച്ചു, എന്തിനാ ഞങ്ങളെ ചന്തയ്ക്ക് അയച്ചത്? ഗുരു പറഞ്ഞു, ഒരു കാരണമുണ്ട്. നിങ്ങളെ ഞാൻ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയാണ് ചന്തയിലേക്ക് അയച്ചത്. നേരത്തേക്ക് അതിലൊരാൾ പറഞ്ഞു, ഞങ്ങളതിനൊന്നും ആരോടും ഒന്നും പറഞ്ഞില്ലല്ലോ, ഗുരു ഞങ്ങളോട് പറഞ്ഞു വിട്ടിട്ടുമില്ല. അപ്പോൾ പുണ്യാളൻ പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങളിട്ടിരിക്കുന്ന ഒരു വസ്ത്രമുണ്ടല്ലോ, ഈ വസ്ത്രം കാണുമ്പോൾ ഏതാനും ചിലരെങ്കിലും ആ പണ്ട് കടന്നുപോയ 33 വയസ്സുകാരൻ നസ്രായനായ കർത്താവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അതാ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. ഈ ധ്യാനം കഴിഞ്ഞ്, ഈ കൺവെൻഷൻ കഴിഞ്ഞ് വീടുകളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ, നാൽക്കവലകളിൽ നിൽക്കുമ്പോൾ, നമ്മുടെ ജീവിതം കാണുമ്പോൾ ആ 33-കാരൻ അച്ഛൻ്റെ മകനെ ഓർക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം അവരുടെ മുമ്പിൽ പ്രകാശിതമാകുന്നില്ല എങ്കിൽ സ്നേഹമുള്ളവരെ, കേട്ട് കടന്നു പോകുന്നവരായിട്ട് നമ്മൾ മാറും, ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ജനത്തിൻ്റെ വിശപ്പ് തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായ ജീവൻ്റെ വചനം കൊടുക്കാൻ നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ നിശബ്ദത മതി. അതപ്പുറം ഒന്നും വേണം. പലപ്പോഴും ഞാനൊക്കെ വണ്ടടിച്ചിരിക്കുന്ന കാര്യം ഇതാണ്. ഇടവകയല്ലേ, ജനം ഓടി വരും, ഓടി വന്നിട്ട് അച്ഛാ ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ. എന്നാ പ്രശ്നം? അതാണ് ഇതാണ് പ്രശ്നം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാകും കേട്ടോ, ധൈര്യമായിട്ട് പോകുക, അച്ഛൻ പ്രാർത്ഥിച്ചോളാന്നേ. നമ്മൾ ആ കേസ് പോലും വിട്ടുപോയി. 2 ആഴ്ച കഴിയുമ്പോൾ ചേച്ചി തല്ലി അരച്ച് ഓടി വരുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, ദൈവമേ പണ്ട് ഈ പുള്ളിക്കാറ്റ് ഇത് പറഞ്ഞിട്ട് പോയതാണല്ലോ, ഇതിൻ്റെ റിസൾട്ട് തന്നെ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല ഒന്നുമില്ല. അവർ വന്ന് പറയുന്നതാണ്, അച്ഛാ പ്രാർത്ഥിച്ചതിന് ഒരുപാട് നന്ദി, എന്നാലും നമ്മുടെ ഉള്ളിടിക്കുകയാണ്. ഇത് ഏത് രീതിയിലാണ്, നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ ഇത് പറയുന്നത് നമുക്കറിയില്ല. അച്ഛാ പ്രാർത്ഥിച്ചതിന് ഒരുപാട് നന്ദി. അടുത്ത സെൻറ്റൻസിൽ കേട്ടുമ്പോൾ നമുക്ക് സ്വസ്ഥത ഉണ്ടാവത്തുള്ളൂ. അച്ഛാ അന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അത് ദൈവം സാധിച്ചു തന്നു. നമ്മൾ പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു വിട്ടപ്പോൾ പോലും, നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ പോലും നമ്മുടെ ആ വാക്കിന് വില കൊടുത്തൊരു തമ്പുരാൻ മുകളിലുണ്ട്. എൻ്റെ ഒരു വാക്ക് പോലും പാഴായി പോകാതെ എൻ്റെ കൺമുമ്പിൽ നിൽക്കുന്ന, എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ വിശപ്പടക്കാൻ നമുക്ക് പറ്റുന്നത് സ്നേഹമുള്ളവരെയും. അപ്പം തൻ്റെ അരികിലേക്ക് വരുന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോഴും അവരുടെ വിശപ്പടക്കാനായിട്ട് ഫിലിപ്പോസിനോട് പറഞ്ഞതുപോലെ തന്നെ, ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ തന്നെ നമ്മളോടും ഇന്ന് അവിടുന്ന് ആഹ്വാനം ചെയ്യാണ്, നിന്റെ അരികിലേക്ക് കടന്നു വരുന്ന മനുഷ്യൻ്റെ വിശപ്പ് തിരിച്ചറിഞ്ഞ് അവൻ്റെ വിശപ്പടക്കുവാൻ നിനക്കുണ്ട് നിന്റെ കൈവശം, അത് കൊടുത്തേ നീ മതിയാവുകയുള്ളൂ. അതിനുശേഷം പറയാണ്, ഫിലിപ്പോസ് എന്താ പറഞ്ഞത്? കർത്താവേ, മണ്ടത്തരം ഒന്നും പറയരുത്. എന്താണ് കാരണം? ഞങ്ങളുടെ കയ്യിൽ 200 ദനാറ മാത്രമേ ഉള്ളൂ അല്ലേ? ശിഷ്യന്മാരൊക്കെ ആണെങ്കിൽ ആർക്കും പരസ്പരം വലിയ വിശ്വാസമൊന്നും ഇല്ലെന്നേ. കാരണം യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ നിൽക്കുന്നത്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, ഇടയ്ക്ക് എവിടെയോ പറയുന്നുണ്ട്, ആരുടെയിലാണ് പണസഞ്ചി ഇരുന്ന് പറയുന്നത്? യൂദാസിൻ്റെ കയ്യിൽ. അപ്പം 200 ദനാറ ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ആരാ പറയേണ്ടത്? ഞങ്ങളുടെ ഈ സമർപ്പ ജീവിതത്തിലെ ഈ സന്യാസ ഭവനങ്ങളും പ്രത്യേകിച്ച് പരിപാടികൾ ഇങ്ങനെ അറിയോ, പൊക്രേറ്റർ എന്ന് പറഞ്ഞ സ്ഥാനം ഞങ്ങളുടെ ഹൗസിൽ ഒരാൾക്കുണ്ടല്ലേ. പക്ഷേ പൊക്രേറ്ററിലാണ് പൈസ എല്ലാം ഇരിക്കുന്നത്. എന്നാ വേണമെങ്കിൽ പൊക്രേറ്ററോട് ചോദിക്കണം. പക്ഷെ ആ പൈസയുടെ അവസാനത്തെ 5 പൈസയുടെ കണക്ക് വരെ ആർക്കറിയാം? സുപ്പീരിനറിയാം. പിന്നെ ഈ പുള്ളിക്കാരത്തെ ഈ കിഴിക്കെട്ടുമായിട്ടിങ്ങനെ നടക്കുന്ന മാത്രമേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ യൂദാസാണ് പണസഞ്ചി കൈകാര്യം ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ഫിലിപ്പോസ് ആണ് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നത്. അപ്പുറം നടന്ന ബൈബിൾ കൺവെൻഷൻ്റെ സ്വോത്രക്കാഴ്ചയും പഴയ നീക്കിരിപ്പിലാണ് കൂട്ടിയിട്ട് 200 ദനാറ കൈവശം വന്നിട്ടുണ്ട്. ഈ ഇമ്മാരെ എണ്ണി തിട്ടപ്പെടുത്തിയതുകൊണ്ടാണ് യോഹന്നാൻ എപ്പോഴും എണ്ണി തിട്ടപ്പെടുത്താൻ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് പുള്ളി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവൻ പണസഞ്ചിന്ന് ഇടയ്ക്കൊക്കെ എടുത്തിരുന്നെന്ന് പറയാൻ കാരണം അത് തന്നെയായിരിക്കും അല്ലേ.
ഇപ്പോഴും ഈ പീലിപ്പോസിനോട് പറയുകയാണ്, പീലിപ്പോസ് തൻ്റെ കൈവശമുള്ളത് അല്ലെങ്കിൽ തങ്ങളുടെ കൈവശമുള്ളത് മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് പറയുകയാണ്, 200 ദനാറയ്ക്കുള്ള അപ്പം വാങ്ങിയാൽ പോലും ഈ ജനക്കൂട്ടത്തിന് തികയില്ല. അപ്പം നമുക്കറിയാം, സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്, മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കുമ്പോൾ ഉടമസ്ഥൻ പറയുന്നുണ്ട്, 1 ദനാറ വ്യവസ്ഥയിലാണ് ഓരോ പണിക്കാരെ വിളിക്കുന്നത്. 1 ദനാറ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് ഒരു ദിവസം ജീവിക്കാൻ ആവശ്യമായ തുകയാണ്. അപ്പോൾ ആ 1 ദനാറയ്ക്ക് അതുകൊണ്ടാണ് 1-ാം മണിക്കൂർ വന്നവനും 11-ാം മണിക്കൂർ വന്നവനും 1 ദനാറ കൊടുക്കാൻ കാരണം. അവൻ ചെയ്ത ജോലിയല്ല നോക്കിയത്, അവൻ്റെ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ അവൻ ഈ 1 ദനാറ കിട്ടിയാലേ മതിയാവുകയുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ 200 ദനാറ എന്ന് പറയുന്നത് 200 കുടുംബങ്ങൾക്ക് ഒരു ദിവസം ജീവിക്കാൻ ആവശ്യമായ തുക മാത്രമേ ഉള്ളൂ. 5000 പുരുഷന്മാരും അതിലേറെ സ്ത്രീകളും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വലിയൊരു ജനക്കൂട്ടത്തിന് മുമ്പിൽ നിന്നിട്ട് ഫിലിപ്പോസ് പറയുകയാണ്, തികയില്ല കർത്താവേ, തികയില്ല. നമ്മളും ഫിലിപ്പോസും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഉണ്ടോ? എന്ത് നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോയത്? പണ്ട് കാരണന്മാരൊക്കെ പറഞ്ഞൊരു ചരിത്രമുണ്ട്, ചേട്ടൻ ചന്തയിൽ നിന്ന് വന്നാലേ, അപ്പൻ ചന്തയിൽ നിന്ന് വന്നാലേ അടുത്ത മകന് ചന്തയ്ക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം എന്നാ എന്താ പച്ചാ അതിന് കാരണം? ചന്തയ്ക്ക് പോയാൽ തിരിച്ചു വന്നാലേ അടുത്തയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. കാരണം എന്നതാ? എല്ലാവർക്കും കൂടെ കൂടി ഡ്രസ്സേ ഉള്ളൂ. ആണോ അല്ലയോ? എന്നെങ്കിലും അവരാരെങ്കിലും ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ കയ്യിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എത്ര ജോഡി ഡ്രസ്സ് ഉണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരൊറ്റ മനുഷ്യനെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് എത്ര ജോഡി ഡ്രസ്സ് ഉണ്ട് എന്ന് നിങ്ങളല്ല വാങ്ങിച്ചു, ഞാൻ വാങ്ങിച്ചൊന്നും അല്ലല്ലോ. എത്ര ജോഡി ഡ്രസ്സ് ഉണ്ട് എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? പറ്റുമോ? കൗണ്ട് ചെയ്യാൻ പറ്റുമോ? വന്നപ്പോൾ 1 പെട്ടിയെ മേടിച്ചു തന്നുള്ളൂ, ഇപ്പം 2 പെട്ടിയായി. പോരാത്തിന് കബോർഡുകൾ പിന്നെയും പണിതുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വല്ലതും നമ്മുടെ തീരുന്നുണ്ടോ? ഈ ഫിലിപ്പോസിന്റെ മനോഭാവ നമുക്ക് തികയില്ല എത്ര കിട്ടിയാലും. നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട്, പക്ഷേ കിട്ടി ഇത്രേ ഇരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് തികയില്ല 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 എന്ന്. അങ്ങനെയൊക്കെ പറയാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ കാരണം എന്നതാണ്? നമ്മൾ നമ്മിലേക്ക് തന്നെ ചുരുങ്ങിക്കൂടിയത് കൊണ്ടല്ലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഒരു കുന്നിൻ്റെ മുകളിലെ വീടുകളാണ്, അതുകൊണ്ട് റേഷൻ കടയിലെ സാധനങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഞങ്ങളുടെ വീട്ടിലെ സമൃദ്ധി എന്ന് പറയുന്നത്. റേഷനരി ഇച്ചിരി വരാൻ വൈകിപ്പോയെങ്കിൽ ദാരിദ്ര്യം ഉറപ്പാണ്. കാരണം കൃത്യം റേഷൻ കാർഡിന് കിട്ടുന്ന അരിയെ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വേണം ഇതൊക്കെ കൊണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ. പലപ്പോഴും 3 ആൺപിള്ളേരാണ് ഞങ്ങൾ വീട്ടിൽ. ഇന്ന് അനുസരണമൊന്നുമില്ല, കുരുത്തക്കേടിൻ്റെ കൈയും കാലും വെച്ച സാധനങ്ങളാണ്. പണ്ട് ക്രിസ്മസിന് പഞ്ചസാര സ്പെഷ്യൽ കിട്ടി, 2.5 കിലോ പഞ്ചസാര സ്പെഷ്യൽ കിട്ടി. അന്ന് രാവിലെ അമ്മ പുഴുങ്ങിയ കപ്പയ്ക്ക് കയ്പാണ് എന്ന് പറഞ്ഞ് സ്പെഷ്യൽ കിട്ടിയ പഞ്ചസാര മുഴുവൻ കലക്കി കപ്പയുടെ മൂട്ടിലൊഴിച്ചാൽ ഞങ്ങൾ. കാരണം കപ്പക്കിഴങ്ങ് മുഴുവൻ കയ്പല്ലേ, പഞ്ചസാര കലക്കി ഒഴിച്ചാൽ അതിന് മധുരം വെക്കുമെന്ന് അത്രയും കുരുത്തക്കേടൊക്കെ ഉള്ളൂ നമ്മുടെ കയ്യിൽ. പക്ഷേ എന്ത് കുറവ് വന്നാലും ധൈര്യമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നൊരു കടയുണ്ടായിരുന്നു. അതേതാണെന്നറിയാമോ? അയൽവക്കത്തെ വീടാണ്. ഒരു ഗ്ലാസ്സുമായിട്ട് ചെന്നാൽ മതി, നിറച്ച് കുലുക്കി കുലുക്കി തന്നു വിടും. ഒരിക്കലും തികയില്ല എന്നൊരു വാക്ക് വീട്ടിൽ കേട്ടിട്ടില്ല. ഇന്ന് വീട്ടിൽ ചെന്നാൽ എടാ അല്പം ബുദ്ധിമുട്ടാ, തികയില്ല എന്ന് പറയും. അന്ന് 10 സെൻറ്റേ ഉണ്ടായിരുന്നു, ഇന്ന് അത്യാവശ്യം ജീവിക്കാൻ സാഹചര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് വീട്ടിലെ ദാരിദ്ര്യം കൂടി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെക്കുന്നത് ഇങ്ങനെയാണ്, ഈ തികയില്ല എന്നുള്ള ഒരു സംസാര ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഇരുന്നത് ഈ നിലയ്ക്കൽ എക്യുമെനിക്കൽ സെൻറ്ററിലും അതുപോലെ തന്നെ സീതത്തോട് പള്ളിയുടെയും വികാരിയായിട്ടാണ്. അപ്പോൾ സീതത്തോട് പള്ളിയില്ലായിരുന്നു, നിലയ്ക്കലും ഇല്ലായിരുന്നു. എൻ്റെ അടുത്ത പള്ളി ഒരേ സമയത്ത് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിലയ്ക്കലെ എക്യുമെനിക്കലിൻ്റെ ആയതുകൊണ്ട് എല്ലാ സഭകളും സപ്പോർട്ട് ചെയ്യും. പക്ഷേ സീതത്തോട് ആകപ്പാട് 65 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അന്നേരമാണ് ആദ്യത്തെ പ്രളയം വരുന്നത്. ടൗൺ കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങി. സാധാ മനുഷ്യരാണ്, ഒറ്റ മനുഷ്യർ പോലും ജോലിക്കാരായിട്ട് ആരുമില്ല. എല്ലാം ഈ എൻക്രോച്ച് ഭൂമിയാണ്, വനഭൂമിയൊക്കെ കൈയടക്കിയവരാണ്, ആധാരവും പട്ടയമൊന്നും ഇല്ലാത്തതാണ്. അപ്പം അവർ ആദ്യത്തെ പ്രളയം തൊട്ടു പിന്നാലെ കോവിഡ് വന്നു. 5-6 പിള്ളേരൊക്കെ പുറത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ഈ ഷോപ്പിംഗ് മാളുകൾ, ലൂലമാളിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയി നിൽപ്പുന്നുണ്ട്. കോവിഡ് വന്നപ്പോഴത്തേക്കും അമ്മമാരെല്ലാം തിരിച്ചു വന്നു. ആകെ പ്രതിസന്ധി, പള്ളിമണി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. പള്ളിക്ക് തറക്കല്ലിട്ട് അന്ന് ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് പൈസ മിച്ചം വരുമെന്നൊക്കെ പറഞ്ഞ് വളരെ ആവേശം കൊള്ളിച്ചിട്ടാണ് ജനത്തെ, നമുക്കറിയാലോ ജനത്തെ ആവേശം കൊള്ളിച്ചാൽ അവർ നമ്മുടെ കൂടെ നിൽക്കും. ഞാൻ വളരെ ആവേശപൂർവ്വം ഞാൻ പറഞ്ഞു നമുക്കൊരു കുറവും ഉണ്ടാവില്ല, എൻ്റെ അപ്പൻ സമ്പന്നനാണ്, അതുകൊണ്ട് നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം തരും, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നമുക്ക് കടം വരില്ല, നമുക്ക് മിച്ചമേ വരുള്ളൂ എന്ന് പറഞ്ഞു. 65 വീട്ടുകാരേ ഉള്ളൂ. പണികൾ ആരംഭിച്ചപ്പോഴാണ് ഈ പ്രകൃതി ദുരന്തവും
കോവിഡും മഹാമാരികളൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നത്. ഞാൻ അതിൻ്റെ ജനത്തോട് ഇത്ര മാത്രം പറഞ്ഞ, മക്കളെ, ഇല്ല എന്ന് മാത്രം അച്ഛനോട് ഒരിക്കലും പറയരുത്. അച്ഛൻ ഒരിക്കൽ പോലും നിങ്ങളുടെ വീടുകളിൽ പിരിവിന് വരില്ല, ആരെയും പറഞ്ഞു വിടുകയില്ല നിങ്ങളുടെ വീട്ടിലേക്ക് പിരിവിന്. പക്ഷേ നിങ്ങൾ ആരോടും നോ പറയരുത്, ഇല്ല എന്ന് പറയരുത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഇവിടുന്ന് ഞാൻ പറഞ്ഞയക്കാം സീതത്തോട്ടിലേക്ക്. അവരാരും ഇല്ല എന്ന് പറയില്ല. ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പുണ്യം നേടിയ ഒരു ജനതയുണ്ട് അവിടെ. 2,65,00,000 രൂപയുടെ പള്ളിമണി പൂർത്തീകരിച്ച് 1,85,000 രൂപ ബാക്കി ബാലൻസ് വിട്ടിട്ടാണ് ഞാൻ 3.5 വർഷം, 6 വർഷം അവിടെ ഇരുന്നു. 3.5 വർഷം കൊണ്ട് പള്ളിമണി കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങിപ്പോരുന്നത്. ഞാൻ ഇത്രയും ഞാൻ അവരോട് പറഞ്ഞുള്ളൂ, മക്കളെ, ഇല്ല എന്ന് പറയരുത്. നമ്മുടെ അപ്പൻ സമ്പന്നനാണെന്നേ. എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചേക്കരുത്. അതെനിക്കറിയില്ല, എൻ്റെ ജനത്തിനും അറിയില്ല. നമ്മൾ ഇന്ന് എണ്ണി തിട്ടപ്പെടുത്തിയതിന് ശേഷം നമ്മൾ പറയുകയാണ് തികയില്ല എന്ന്. പിന്നെ എവിടെ ദൈവപരിപാലനയൊക്കെ പറയുന്നത്? ദൈവപരിപാലനയെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുകയും നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചുരുക്കി വെക്കുകയും ചെയ്താൽ, സ്നേഹമുള്ളവരെ, ഒരിക്കലും നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ശീലിക്കേണ്ട പാഠം എന്ന് പറയുന്നത് ഉണ്ട് എന്ന് പറഞ്ഞൊന്ന് ശീലിക്കാൻ. ഈ ഫിലിപ്പോസിനെ പോലെ ഇല്ല എന്നല്ല പറയേണ്ടത്, ഉണ്ട് എന്ന് പറയുന്നിടത്താണ് ദൈവത്തിൻ്റെ കൃപ പെയ്തിറങ്ങുന്നത്. അല്പമേ ഉള്ളുവെങ്കിൽ അത് കൊടുക്കുന്നവനെ അനുഗ്രഹമായിട്ട് മാറുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. നല്ല മനസ്സോടു കൂടിയാണ് നീ കൊടുക്കുന്നെങ്കിലും നിനക്ക് അതൊരു അനുഗ്രഹമായിട്ടത് മാറും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ തിരിച്ചറിയുക, ചിന്തിക്കുക. ഈ ഫിലിപ്പോസിനെ പോലെ കണക്കുകൂട്ടലുകൾ കഴിഞ്ഞ ശേഷം ഇല്ല എന്ന് പറയാനാണോ കണക്കെടുത്തത് മുഴുവനും? നമ്മൾ അങ്ങനെ പറഞ്ഞ് ശീലിക്കരുത്. ഉണ്ട് എന്ന് പറയാനുള്ള തൻ്റെടവും ഒരു വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും കുറവുണ്ടാവുകയില്ല. ഞാൻ ഇത് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്ന ഇടവകയിലും ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഞാൻ അവരോട് പറഞ്ഞു, ഉണ്ട് എന്നേ പറയാം. പ്രത്യേകിച്ച് അമ്മമാരോടാണ് ഞാനിത് പറയുന്നത്. കാരണം അമ്മമാരെയൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ടീമുകളാണ്. എന്തായാലും ഏത് ഇടവക ചെന്നാലും ഒരു 10-30 അമ്മമാർ വലിയ പണിയും കൂലിയും മേലയും കൂലിയും ഒന്നും ഇല്ലാതെ പള്ളിയൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരില്ലേ? അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടെന്ന് കുറേ പേരുണ്ടാവുമല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, അമ്മമാരെ, എന്താണ് നമ്മുടെ കാര്യം? തൊട്ടപ്പുറത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, ഓർഫനേജ് ഉണ്ട്. അപ്പച്ചന്മാരാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. എല്ലാ മാസത്തിലൊരു വ്യാഴാഴ്ച ഭക്ഷണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അവരന്നേരം കണക്ക് കൂട്ടി 38 അപ്പച്ചന്മാർ. അച്ഛാ, കടകളിൽ സ്പെഷ്യൽ കൂട്ടി ഊണാണെങ്കിൽ 160 രൂപയാകും. അപ്പം 48 പേർക്ക് ഇത്രയും കൊടുക്കണേ, 50 പേർക്ക് 7,000 രൂപ അടുത്താകും നമുക്ക് പൈസ. നമുക്കതുണ്ടാവുമോ അച്ഛാ? ഞാൻ പറഞ്ഞു, ആദ്യത്തെ പൈസ ഞാൻ തരാം എൻ്റെ കയ്യിൽ നിന്ന്, രണ്ടാമത്തെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഒരു മാസം സമയം കൂടി ഉണ്ടല്ലോ. എന്തായാലും കൊടുക്കാനൊരു ഡേറ്റ് തീരുമാനിച്ചു. അന്ന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് പോരെ, ഞാൻ പൈസ തന്നേക്കാം, ഏറ്റവും അവസാനം തന്നേക്കാം, ചിലവായ പൈസ ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. അവർ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. എൻ്റെ പള്ളിമുറി വന്ന് എന്നോട് കണക്ക് ചോദിക്കാൻ വേണ്ടി അവർ വന്നില്ല. അവർ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് പൈസ കിട്ടി. ഞാൻ ചോദിച്ചു, ഇനി അടുത്ത മാസം എന്നാ കൊടുക്കുന്നത്? അല്ല അച്ഛാ, അടുത്ത ആഴ്ചയും കൂടെ കൊടുക്കാനുള്ളത് ഞങ്ങൾക്ക് കിട്ടി. 2.5 വർഷമായി ഇപ്പോൾ എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെ കൃത്യമായിട്ട് ഈ ഓർഫണേജിൽ കൊണ്ട് പൈസ കൊടുക്കുന്നുണ്ട്. ഇന്നലെ എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചോദിച്ചു, കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ചോദിച്ചു, അമ്മമാരെ പൈസ വല്ലതും ബാലൻസ് വല്ലതും ഉണ്ടോ, തികയാതെ വല്ലതും ഉണ്ടോ ചോദിക്കാൻ മറന്നു പോകരുതേ. ഇല്ല അച്ഛാ, 18,000 രൂപയുടെ എനിക്ക് കയ്യിലിരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഒരു മാസം ഏകദേശം ഒരു 24,000-25,000 രൂപയുടെ മുകളിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി 10-30 അമ്മമാരുടെ ഇട്ടാവട്ടത്തിലുള്ള കളികളാണ്. ഞാൻ അവരോട് ഇത്രേ പറഞ്ഞുള്ളൂ, ഉണ്ട് എന്ന് പറഞ്ഞ് ശീലിക്കണം. ഇന്ന് സുവിശേഷം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ആദ്യത്തെ വെല്ലുവിളിയും ഇത് തന്നെയാണ്. വിശ്രമിക്കാൻ നിനക്ക് നേരമുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവ് നിൻ്റെ കൂടെ ഇരിക്കാനും അവിടത്തേക്ക് നേരമുണ്ട്. മറുകരയിലേക്ക് വരുന്നവൻ്റെ വിശപ്പ് തിരിച്ചറിയാൻ നിനക്കൊരു അകക്കണ്ണിന് കാഴ്ച കുറവാണോ? ചോദിക്കുക, തീർച്ചയായിട്ടും അവൻ തരും, തരാതിരിക്കില്ല. നിന്നെ കൊണ്ടാണ് കർത്താവിന് ആവശ്യം, നിന്നെ വേണം കർത്താവിന്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, അവർക്ക് വിശക്കുന്നതിന് നീ തന്നെ അവർക്ക് അപ്പം കൊടുക്കണം. ആകാശത്ത് മഞ്ഞയും കാടപ്പക്ഷയും കൊടുത്ത കർത്താവിന് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അവരെ ഒന്ന് ഇരുത്തിയാൽ മതി, ഞാൻ ഇപ്പം അങ്ങ് തന്നേക്കാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അത് പറഞ്ഞില്ല. അവന് വേണം 2 കരങ്ങളും 2 കാലൊക്കെ വേണം, ഒരു മനുഷ്യ ശരീരം അവന് വേണം, അവൻ ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി. അതിനാണ് ഫിലിപ്പോസിനോടും ശിഷ്യന്മാരുടെ ദുഃഖം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ത്രയോസ് എന്താ പറഞ്ഞത്? 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു ബാല. ഞാനാണ് ഇതൊരു ഇടവപ്പള്ളിയാണെന്ന് കരുതുക, എനിക്ക് അങ്ങനെ പറയാനേ അറിയത്തുള്ളൂ, ക്ഷമിക്കണം. ഞാനാണ് ഇവിടുത്തെ വികാരി എന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങളുടെ കൊച്ചി തൊട്ടടുത്തുള്ള ചെത്തിപ്പുഴ സ്കൂളിൽ, ഇവിടെ അടുത്ത് ഇങ്ങനെ സ്കൂളുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവിടെ അടുത്ത സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഹസ്ബൻഡ് എറണാകുളത്ത് ജോലിയാണ്.
ചേച്ചി വീട്ടിലുണ്ട്, 2 പിള്ളേരാണ്. കൊച്ചു സ്കൂള് വിട്ട് പെട്ടെന്ന് ഓടി ഇറങ്ങിയതാണ്. സ്കൂൾ ബസ് എങ്ങനെയോ തട്ടുകയോ മുട്ടുകയോ ഏതാണ്ട് ചെയ്ത് കൊച്ചിന് ചെറിയൊരു അപകടം ഉണ്ടായി. ചെറുതായിട്ട് തലയുടെ എവിടെയൊക്കെ അടിച്ച് ചെറിയതായിട്ട് പൊട്ടൽ വീണു. ബ്ലഡൊക്കെ ഒഴുകുന്നുണ്ട്, ഉടുപ്പൊക്കെ ചോര കൊണ്ട് നനഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്നു, ചെത്തിപ്പുഴ ചെന്നു. ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേ ആദ്യം പറയുന്നത് എന്തായിരിക്കും? ഹെഡ് ഇഞ്ചുറിയാണ്. എന്തായിരിക്കും പറയാൻ പോകുന്നത്? MRI അല്ലേ? ഒരു CT സ്കാൻ അല്ലെങ്കിൽ മിനിമം CT സ്കാൻ അല്ലെങ്കിൽ ഒരു MRI സ്കാൻ ഉറപ്പല്ലേ? ഡോക്ടർ പറഞ്ഞ് MRI സ്കാനും. ഇപ്പോഴത്തെ കത്തോലിക്ക ഹോസ്പിറ്റലുകളൊക്കെ ആയതുകൊണ്ട് ബില്ല് ആദ്യമേ അടച്ചാലേ MRIയിലെ ഫിലിം തെളിയുകയുള്ളൂ അല്ലേ? അപ്പം പൈസ അടയ്ക്കാൻ പറഞ്ഞ് പൈസയില്ല. ഈ ഇതെടുത്തും കണ്ട ഹോസ്പിറ്റലിന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓടി എൻ്റെ അടുത്ത്, ഞാൻ വികാരിയായി എൻ്റെ അടുത്ത് നിങ്ങൾ വരികയാണ്. വന്നിട്ട് എന്നോട് പറയുകയാണ്, അച്ഛാ മോന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി, ഹോസ്പിറ്റലിലാണ്, അപ്പം അതുകൊണ്ട് MRI ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പൈസ ഇല്ല, അച്ഛനൊന്ന് തന്ന് സഹായിക്കാമോ? ഹസ്ബൻഡ് എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഞാൻ തിരിച്ച് തന്നേക്കാം, എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നാൽ നിങ്ങൾ പോലും പിന്നെ പള്ളി വന്ന് കയറില്ല എന്ന് എനിക്കറിയാം അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ. ഞാൻ വളരെ നൈസായിട്ട് ബുദ്ധിപൂർവ്വം, നമുക്ക് വിവേകമെന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, ഞാൻ ഒരു നിമിഷം കണ്ണടച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവ് എനിക്കൊരു വെളിപാട് പോലെ തന്നെയും പെട്ടി തുറന്ന് 100 രൂപ എടുത്ത് തന്നിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് വെച്ച് തന്നിട്ട് പറയാണ്, ചേച്ചി ഞാൻ പ്രാർത്ഥിച്ചോളാം, പൊക്കോളാം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവ കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ടെന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. 10,000 രൂപ ആവശ്യപ്പെട്ട് വന്ന നിങ്ങളോട് 100 രൂപ കയ്യിൽ വെച്ച് തന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും? മറുപടി എന്തായിരിക്കും? എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? എന്തായിരിക്കും? എൻ്റെ അച്ഛാ തന്നില്ലെങ്കിലും വേണ്ടില്ല, ഇതുപോലെ ആക്കി വിടല്ലോ അല്ലേ? അങ്ങനെയല്ല നമ്മൾ പറയുന്നത്, ആണോ അല്ലയോ? ശരിക്കും പറഞ്ഞാൽ 200 ദിനാറയ്ക്കുള്ള അപ്പം കൊണ്ട് തികയില്ല എന്ന് പറയുന്ന ഒരു സദസ്സിൽ 5 ബാർലിയപ്പും 2 മീനുമുണ്ട് എന്ന് അന്ത്രയോസ് പറയുമ്പോൾ ഇതിന് സമാനമായ സംഭവമാണോ? എന്ത് ശുദ്ധ മണ്ടത്തരോ അവൻ പറയുന്നത്. ഒരു കൊച്ചിൻ്റെ കയ്യിലിരിക്കുന്ന തൂക്കപാത്രത്തിലിരിക്കുന്ന അപ്പം മുഴുവൻ തുറന്നു നോക്കി അതിൻ്റെ എണ്ണവും എടുത്ത്, അതിൻ്റെ മീൻ്റെ എണ്ണവും എടുത്ത്, ബാർലിയപ്പത്തിൻ്റെ എണ്ണവും എടുത്തിട്ട് അന്ത്രയോസ് പറയുകയാണ്, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കൊച്ചു ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഈ ജൂലൈ 3-ാം തീയതി നമ്മൾ എന്താഘോഷിക്കാൻ പോവുകയാണ്? ദുഃഖാന തിരുനാള്. അവിടെ നമ്മുടെ വിശ്വാസിന്റെ പിതാവായ തോമാസ് ലീഗ എന്താ പറഞ്ഞത്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇത് നമ്മൾ കൊട്ടിഘോഷിക്കുകയാണ്. തോമാസ് ലീഗയുടെ വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോൾ ഇതിനു മുമ്പ് ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തിയവനാണ് ഈ അന്ത്രയോസ് എന്ന് പറയുന്ന മനുഷ്യന്. അവൻ പറയുകയാണ് 5 ബാർലിയപ്പവും 2 മീനുമുണ്ട്. അത് മാത്രമല്ല, ഒന്നും കൂടെ ഉണ്ട്. എന്നതാ? കർത്താവ് കൂടെയുണ്ട്. ആണോ അല്ലയോ? പീലിപ്പോസ് എണ്ണി തിട്ടപ്പെടുത്തിയ ദിനാറ മാത്രം കണ്ടപ്പോൾ അന്ത്രയോസ് തന്റെ കൈവശമിരിക്കുന്ന ഈ 5 ബാർലിയപ്പവും 2 മീനും കൈവശമിരിക്കുന്ന കൊച്ചിനെയും അവൻ്റെ കയ്യിലിരിക്കുന്ന അപ്പത്തെയും കർത്താവിനെ ഒരുപോലെ കണ്ടു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ആദ്യത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, എന്നാ ഒരു അത്ഭുതങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. ആ വിവാഹ വിരുന്നിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് ഇവിടെ അന്ത്രയോസ് ഏറ്റു പറയുന്നത്. ആണോ അല്ലയോ? അതായത് കാനായിലെ വിവാഹ പന്തലിലെ 6 കൽഭരണികൾ, പടിവാതിക്കലിരിക്കുന്ന പാദശാലത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ, അതിൽ വെള്ളം നിറച്ച് അത് പുതുവീഞ്ഞാക്കി തീർത്തൊരു കർത്താവ് ഉണ്ട് നമ്മുടെ കൂടെ. അപ്പം അതുകൊണ്ട് അന്ത്രയോസ് എന്താ കണ്ടെന്നറിയാമോ? അന്ത്രയോസ് കണ്ടത് മുഴുവനും തൻ്റെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ദൈവം പ്രവർത്തിച്ച അടയാളങ്ങൾ മുഴുവൻ കണ്ടെത്തി. നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ? എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് നിയോഗങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല, അതൊന്നും ഞാൻ നിസ്സാരമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. നിങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ, നിയോഗങ്ങളൊക്കെ നിങ്ങൾ വേണം. നമ്മുടെ കർത്താവിനോടല്ല നമ്മൾ ആരോടാ പറയുന്നത്. പക്ഷേ ആ നിയോഗങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ എൻ്റെ കർത്താവ് താങ്ങി പിടിച്ച് നടത്തിയ വഴികളെക്കുറിച്ച് ധ്യാനിക്കാൻ. അതുകൊണ്ടാണ് എവിടെയോ പറഞ്ഞു വെച്ചിട്ടില്ലേ, പഴയ തലമുറകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുവിൻ, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാ ഭഗ്നാശരായത്? ആരെങ്കിലും ആയിട്ടുണ്ടോ? ഇല്ല. നമുക്ക് വിശ്വാസമുണ്ടോ? അതുകൊണ്ട് സ്നേഹമുള്ളവരെയും യഥാർത്ഥമായ ധ്യാനം എന്ന് പറയുന്നത് എന്നറിയാമോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതാണ്,
തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയാൻ നമുക്ക് പറ്റണം. അതുകൊണ്ടാണ് ഈ ബൈബിളിൽ ഉടനീളം ഈ സൗഖ്യം കൊടുത്ത മനുഷ്യരോട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളിത് ആരോടും പറയരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവന്മാരെന്നാ ചെയ്തത്? അമ്മമാർ കോളാമ്പി കെട്ടിവെച്ച് നാട് നീളെ പ്രസംഗിച്ചിട്ട് അവൻ്റെ പട്ടണത്തിൽ പോലും കയറാൻ പറ്റിയിട്ടില്ല പിന്നീട്. ആണോ അല്ലയോ? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവം നമ്മിലേക്ക് ചൊരിയിരിക്കുന്ന ദൈവകൃപകൾ മുഴുവൻ പ്രഘോഷിക്കുവാനുള്ളതാണ്. ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് സ്മരിക്കാൻ നമുക്കാവണം. ഇന്നിൻ്റെ പ്രശ്നങ്ങളിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്, ഇന്നലകളിൽ വഴി നടത്തിയ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഈ പ്രതിസന്ധികൾ നമ്മൾ മറികടക്കി പോകും, യാതൊരു സംശയമില്ല. ഇന്നലെ വഴി നടത്തിയവൻ, ഇന്ന് വഴി നടത്തിയവൻ, നാളെയും അവൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരാൾ തന്നെയാണ്. സംശയം വല്ല ഉണ്ടോ ആ കാര്യത്തിൽ? അപ്പോൾ അന്ത്രയോസ് പറയാണ്, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കൊച്ച് ഇവിടെ ഉണ്ട് എന്ന്. ഭംഗിയായിട്ട് അവൻ പറയുന്നത്, ആരുടെയോ കയ്യിലിരിക്കുന്ന പാത്രത്തിൽ കണ്ണു നട്ടിട്ട് അവൻ പറയുകയാണ്. അത് അവൻ്റെ സ്വന്തമല്ല അല്ലേ? ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൊച്ചു ചോദ്യം ഇതേ ഉള്ളൂ. ഒരു ഇടവക വിചാരിച്ചിൻ്റെ കോൺടെസ്റ്റിൽ നിങ്ങൾ ചിന്തിക്കാവുള്ളൂ, വേറെ ചിന്തിക്കരുതേ. ഈ 5 ബാർലിയപ്പവും 2 മീനും പിടിച്ച് ഞാൻ കർത്താവാണെന്ന് കരുതുക. എൻ്റെ അരികിൽ വന്ന് നിൽക്കുന്ന ഈ കൊച്ചിനെ കണ്ടാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എൻ്റെ അടുത്ത് പയ്യൻ നിൽപ്പുണ്ടെന്നേ, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അവൻ്റെ കയ്യിൽ തൂക്കുപാത്രമുണ്ട്. അച്ഛന്മാർ കണ്ടിട്ടില്ല, ഈ സിസ്റ്റേഴ്സ് തൂക്കുപാത്രത്തിനകത്താണ് തട്ടുതട്ടായിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. 5 നിലയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ്റെ വയറ് നിറയുന്നുള്ളതാണ് സിസ്റ്റേഴ്സിൻ്റെ കാഴ്ചപ്പാട് മുഴുവനും. അതെല്ലാം മഠത്തിൽ ചെന്നാലും ഈ 5 നിലയുള്ള തൂക്കുപാത്രങ്ങളാണ് മിക്കവാറും കാണുന്നത്. ഈ കൊച്ചിനെ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നേ? വല്ലതും തോന്നുന്നോ? നിങ്ങൾ വീട്ടിൽ പിള്ളേരൊന്നും ഇല്ലേ? കുടുംബജീവിതം നയിക്കുന്നവരല്ലേ? ഞാൻ സിസ്റ്റേഴ്സിനോടല്ല ചോദിച്ചത്, നിങ്ങളോടാ ചോദിച്ചത്. ഈ കൊച്ചിനെ കണ്ടാൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുമോ? നിങ്ങളുടെ മുഖത്തെ ആ ഇരിപ്പും നോട്ടമൊക്കെ കണ്ടാൽ എനിക്കറിയാം. നിങ്ങൾ രാവിലെ ഞാൻ 2 ചപ്പാത്തി തിന്നപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞപ്പോൾ ഈ കൊച്ച് 5 ബാർലിയപ്പം തിന്നണമെങ്കിൽ അസാമാന്യ വിശപ്പുള്ളൊരു പയ്യൻ തന്നെയായിരിക്കും അല്ലേ? സംശയം വല്ലതും ഉണ്ടോ കാര്യത്തിൽ? നന്നായിട്ട് ചാപ്പാടടിക്കുന്ന പയ്യനാ. 2 മീനും കൂടി ആ പോരാത്തനവൻ കഴിക്കുകയും ചെയ്യും. ചായയുടെ കണക്ക് പറഞ്ഞിട്ടില്ല. അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ കൊച്ചു നമുക്ക് വളരെ സുന്ദരമായൊരു സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ കൊച്ചിൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്ത് കരുതലുള്ള ഒരമ്മയെ വായിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? വായിക്കാൻ പറ്റുമോ? ഈ തൂക്കുപാത്രം നിറയെ അപ്പവും പിടിച്ച് നിൽക്കുന്ന കൊച്ചിൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന കരുതലുള്ളൊരമ്മ. എല്ലാവരും മറന്നുപോയില്ല ഭക്ഷണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അമ്മമാരെ നേരത്തെ തീർത്തിട്ടുണ്ടാവണം അല്ലേ? ഈ കൊച്ചു മാത്രം 5 ബാർലിയപ്പെടുന്നെങ്കിൽ അതിനർത്ഥം തന്നെ അവൻ്റെ അമ്മ ആ കൊച്ചിനോട് പറയാണ്, എൻ്റെ കുഞ്ഞ് പോയാൽ ഒരു സമയത്ത് അവൻ തിരിച്ചു വരില്ല. പക്ഷെ എന്നാലും ആ സമയത്ത് അവൻ ഭക്ഷണം കഴിക്കണം. ഹോമിയോ മരുന്നിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സമയങ്ങൾ അത് കഴിച്ചാൽ അത് എഫക്റ്റീവ് ആവത്തുള്ളൂ അല്ലേ? അമ്മ എത്ര ഭംഗിയായിട്ടാണ് ഈ കൊച്ചിനെ കരുതലിന്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാൽക്കവലകളിൽ നിൽക്കുമ്പോൾ സമൂഹത്തിന് തോന്നുമ്പോൾ കരുതലുള്ളൊരു അപ്പനും അമ്മയും ഈ കൊച്ചിൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്തുണ്ടോ ഇല്ലയോ എന്ന് എൻ്റെ ചോദ്യം അത്രയേ ഉള്ളൂ. തോന്നുന്നു ഡാഡി മമ്മി വീട്ടിലില്ല, എപ്പം വേണമെങ്കിലും പോരാം, ആർക്ക് വേണമെങ്കിലും ഏത് കമൻറ്റ് വേണമെങ്കിലും ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും നമ്മുടെ മക്കളോട് പറയാം. നോ ഒബ്ജക്ഷൻ അല്ലേ? ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരെ ഞങ്ങളൊക്കെ ലൈനടിക്കാൻ വന്നാൽ വളരെ പുഞ്ചിരിയോടുകൂടി ചേച്ചിമാർ പറയുന്ന സെൻറ്റൻസ് എന്നതാണ്, കാര്യമൊക്കെ കൊള്ളാം, നട്ടലുള്ള ആങ്ങളമാർ വീട്ടിലുണ്ട്, എല്ലിൻ്റെ എണ്ണം കൂട്ടാതെ മര്യാദയ്ക്ക് വീട്ടിൽ പോയാൽ ചട്ടു കൂടാതെ ഈ നാട്ടിൽ കൂടെ നടക്കാൻ പറ്റുമല്ലേ, മുടന്ത് കൂടാതെ. അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരുന്നേ. നിങ്ങളുടെ മക്കളോട് ഇപ്പം ചോദിച്ചാലോ? ഇപ്പം ചോദിച്ചാൽ എന്തായിരിക്കും പറയാൻ പോകുന്നത്? സ്നേഹമുള്ളവരെ, സുവിശേഷം വായിച്ച് വെറുതെ പോകാനുള്ളതൊന്നുമല്ല. അതിലെ ഒരു കൊച്ചു കാര്യങ്ങൾ പോലും ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ മുമ്പിൽ ഒന്ന് ഇരുന്നാൽ മതി എന്നേ, വചനത്തിൻ്റെ മുമ്പിൽ നമ്മളൊന്ന് വാസന ഇരുന്നാൽ മതി, നമുക്ക് ദൈവം തരും അതൊക്കെ. ഈ ബാർലിയപ്പവും 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള കൊച്ച് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, അവനെ കരുതലോടുകൂടെ കൊണ്ടു നടക്കുന്ന ഒരു അപ്പൻ്റെയും അമ്മയുടെ ചിത്രം വരച്ചു വെക്കുക അവിടെ സുവിശേഷകൻ.
നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ പിന്നിലും വിശ്വാസ ജീവിതത്തിൻ്റെ പിന്നിലും ആത്മീയ ജീവിതത്തിൻ്റെ പിന്നിലും കരുതലുള്ള ഒരു അപ്പനും അമ്മയുമാകുവാനായിട്ട് നമ്മുടെ മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും വിളികൾ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇന്ന് സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളൊക്കെ ദേവാലയത്തിൽ വന്നിരിക്കും. നമുക്ക് തന്നെ സംശയമാണ്. ഇന്നലെ അവൻ മെസ്സിയുടെ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഫുട്ബോൾ കോർട്ടിൽ കളിക്കുന്ന കൊച്ചാണ്, പിറ്റേ ദിവസം അതേ മെസ്സിയുടെ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഏറ്റവും മുമ്പിൽ വന്നിട്ട് ഗുസ്തി പിടിക്കുന്നത് സൺഡേ സ്കൂളിൻ്റെ സമയത്തെ, വേറെ സമയത്തല്ല. എന്തെങ്കിലും ഒരു ഡിഫറൻസ്, എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പള്ളിയിൽ പോകുന്നതും കളിസ്ഥലത്തേക്ക് പോകുന്നതും മാർക്കറ്റിൽ പോകുന്നതും തമ്മിൽ വ്യത്യാസം വല്ലതും ഉണ്ടോ? സ്കൂളിൽ പോകുന്നവർക്ക് വ്യത്യാസമുണ്ട്. കാരണം സ്കൂളിൽ പോകണമെങ്കിൽ അവർക്ക് എന്തുണ്ടാവണം? യൂണിഫോം ഉണ്ടാവണം. ശ്വാസം പോകാൻ പറ്റാത്ത രീതിയിൽ മണ്ടേ കയറ് കൂച്ചി കെട്ടിയിരിക്കണം, അല്ലേ? നിക്കർ ഊരിപ്പോകാതിരിക്കാനാണോ എന്നറിയത്തില്ല. എന്തായാലും താഴെ സ്കൂളിൻ്റെ പരസ്യത്തിനൊരു അല്ലേ ബെൽറ്റും കൂടെ കെട്ടിയിടണം. പോരാത്തതിന് ഒരു ടാഗും കൂടെ, അല്ലേ? അതിനുശേഷമാണ് ഏറ്റവും അവസാനത്തെ ഫൈനൽ സ്റ്റേജാണ് എടുത്താൽ പൊങ്ങേരാത്തൊരു സാധനം കൂടെ. അതെടുത്ത് കഴിയുമ്പോൾ കൊച്ചു വളഞ്ഞാൽ നിൽക്കുന്നത്. അത് പോരാത്തതിനാണ് അമ്മ രണ്ട് സൈഡിലും വാട്ടർ ബോട്ടിലൂടെ കുത്തി തിരികെ കൊടുക്കുന്നത്. കണ്ടിട്ടില്ലേ? ബാങ്കിൻ്റെ സൈഡിൽ എക്സ്ട്രാ ഒരിടത്ത് കുടയും ഒരിടത്ത് വെള്ളവും. ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അറിയും ഇത്രയും കാര്യങ്ങൾ വേണം. പക്ഷേ സൺഡേ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങൾ വരുമ്പോഴോ കളിസ്ഥലത്തിട്ട ഡ്രസ്സും മാർക്കറ്റിൽ പോയ ഡ്രസ്സും ചന്തസ്ഥലത്ത് പോകുന്ന എല്ലാം ഒന്ന് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആണോ അല്ലയോ? ഒരു വ്യത്യാസമെങ്കിലും അവർക്ക് ഫീൽ ചെയ്യുമോ? മിക്കപ്പോൾ യൂണിഫോം ആക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ പേരിൽ അച്ഛന്മാർ ഒരുപാട് വഴക്ക് കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. പണ്ട് നമ്മുടെ മാതാപിതാക്കന്മാർ പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ പോകാനായിട്ട് അവരുടെ ഏറ്റവും നല്ല ഡ്രസ്സ് അവർ മാറ്റി വെച്ചിരുന്നു. ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരോട് പിണങ്ങരുത് എന്നോട്. ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നാളെ നിങ്ങളുടെ ആങ്ങളമാരുടെയോ ആരുടെയെങ്കിലും കല്യാണത്തിന് ഇവിടുന്ന് പോകുന്നവരൊന്ന് കൈവെക്കാവോ? ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നവർ ഒന്ന് കൈവെക്കാവോ? മാരേജിന് വല്ലതും പോകുന്നുള്ളവർ. എന്തേ ഇത് മോശമാ? വേറെ ഇരിപ്പില്ല നല്ലതൊക്കെ. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. വിലയുള്ളതിന് വില കൊടുത്ത് പഠിപ്പിക്കണം. ഒരു ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം. ഇടുന്ന ഡ്രസ് കോഡ് പോലും ആ കുഞ്ഞുങ്ങൾ ദൈവസാന്നിധ്യ സ്മരണ ഉണ്ടാക്കുന്നുണ്ട്. ചുമ്മാതെ നിന്ന് എനിക്ക് നിങ്ങൾ പറയാൻ പറ്റില്ല. ഈ വൈദിക വേഷം ധരിച്ചു കഴിഞ്ഞ് ഞാനിവിടെ പാൻറ് ഷർട്ട് ഇടുന്നാൽ ഞാൻ അച്ഛൻ തന്നെയാണ്, ആണോ അല്ലയോ? ഈ വൈദിക വസ്ത്രം ധരിക്കുമ്പോൾ എന്നതാണ് ഒരു പുരോഹിതൻ്റെ ചിന്ത. ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ അടയാളമായി ഊറാറ ധരിക്കുമ്പോൾ, തിരുവസ്ത്രങ്ങൾ അണിയുമ്പോൾ നമ്മളെ മറ്റൊന്നാക്കി തീർക്കുകയാണ്. ആ ഒരു തിരിച്ചറിവ്, കരുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന നല്ല അപ്പനും അമ്മയുമായിട്ട് നിങ്ങൾ മാറണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ 5 ബാർലിയപ്പവും 2 മീനും കൈവശം ഉള്ള ഈ കൊച്ചിനെ കാണുമ്പോൾ എൻ്റെ ഇടവക ജീവിതത്തിൽ കൊച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞാൻ എരുമേലി പള്ളിയിൽ നിന്ന് വികാരിയായിട്ട് പോകുന്നത് നമ്മുടെ പെരുന്നാട് അടുത്തുള്ള പള്ളിയിലാണ്. അവിടെ കുറച്ച് ചെറിയ ഇടവകയാണ്, 45 വീട്ടുകാരേ ഉള്ളൂ. പെരുമേലി ഫൊറോന പള്ളിയാണ്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ രാവിലെ എല്ലാ ദിവസവും ഇട ദിവസങ്ങളിലൊക്കെ ഒരു 100-150 പേര് മിച്ചം കുർബാനയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ആദ്യത്തെ ദിവസം ചെന്നപ്പം 2-3 സിസ്റ്ററും ഉണ്ട്, ഒരു ചേടത്തിയുള്ളൂ കുർബാനയ്ക്ക്. എനിക്ക് അതിശയം തോന്നി. ഞാൻ മദറിനോട് ചോദിച്ചു, മദറെ ഇത്രയും പേരൊക്കെ ഉള്ളൂ എന്ന്. മദർ എന്നോട് പറയും, അച്ഛാ ഇന്ന് ചേടത്തിയുടെ ഭർത്താവിൻ്റെ ഓർമ്മ ദിനമായതുകൊണ്ട് ചേടത്തി വന്ന് സാധാരണ ഞങ്ങൾ 3 പേരെ ഇവിടെ കുർബാനയ്ക്കുള്ളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം തന്നെ കുർബാന കഴിഞ്ഞ് കാപ്പിടി കഴിഞ്ഞ്, എനിക്ക് ആരെയും പരിചയമില്ല, കൈക്കാരന്മാരെ ഇല്ല, കപ്പ്യാരില്ല, കൈക്കാരന്മാരെ പരിചയമില്ല, എല്ലാ വീടും തപ്പി ഇറങ്ങി നടക്കുകയാണ്. ഞാൻ ആദ്യമേ തന്നെ രാവിലെ തന്നെ തുടങ്ങി. ഇപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ വീടിൻ്റെ കട്ടളകളിലൊക്കെ ഈശോയുടെ രൂപമുണ്ടല്ലോ, ആ രൂപം കണ്ടുപിടിച്ചാണ് ഞാൻ പോകുന്നത്. 10-250 മീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീട്ടിന് രൂപം ഇരിക്കുന്നത് കണ്ടു. അവിടെ കയറി ചെന്നു. അപ്പം ഈ തങ്കമണിയിൽ നിന്ന് അവർ സ്ഥലം മാറി വാടകയ്ക്ക് വന്നവരാണ് അവിടെ എസ്റ്റേറ്റ് നോക്കാൻ വേണ്ടി. പൗലോസിയേട്ടനും സെലിൻ ചേച്ചിയും ഇമ്മാനുവലും ഉള്ള ഒരു കൊച്ചു കുടുംബമാണത്. ഞാൻ അവരോട് ചോദിച്ചു, ഇത്രയും പള്ളിയുടെ അടുത്തായിട്ട് പോലും നിങ്ങൾ പള്ളി വരാത്തത് മോശമായി പോയല്ലോ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, വെച്ചാൽ ഞങ്ങൾ പള്ളി കുർബാനയ്ക്ക് പോകണമെന്ന ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് ഞങ്ങൾ ഈ വീട് വാടകയ്ക്ക് എടുത്തത്, ഇവിടെ താമസം ആരംഭിച്ചു. പക്ഷേ ഇമ്മാനുവലിനെയും കൊണ്ട് പള്ളി വന്നാൽ അവൻ തലകുത്തി മറിയും, പള്ളി ഭയങ്കര ബഹളമാണ്, അതുകൊണ്ടാണ് പള്ളി വരാത്ത. ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, നാളെ കൊണ്ടുവരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഇവർ ഞാൻ പറഞ്ഞത് കേട്ട് കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നു. ഇമ്മാനുവൽ വന്നു. വന്നപ്പോഴേ ഇവനെ നോക്കി, പള്ളിക്കാവൊക്കെ വളരെ ഇഷ്ടപ്പെട്ടവന്. സൈഡിൽ മുഴുവൻ പച്ച കാർപ്പറ്റ്, സെൻട്രലിൽ റെഡ് കാർപ്പറ്റ്. ഞാൻ വെസ്റ്റ്മെൻസൊക്കെ ഇട്ട് കുർബാനയ്ക്ക് അന്നാപസക പാടാൻ വന്നപ്പോഴത്തേക്കും അതിന് മുമ്പ് അവന് അതിൻ്റെ കീബോർഡ് വായിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, കുളം കര എന്ന് പറഞ്ഞ് ഇവന് പച്ചയെന്ന് ചുമരിട്ട് ചാടുകയാണ് ഇവർ പരിപാടി. ഞാൻ കുർബാനയ്ക്ക് നിൽക്കുന്നു, അവന് ചാട്ടം തുടങ്ങുകയാണ്. ഞാനായിട്ട് വിളിച്ചു വരുത്തിയ അപകടമല്ല, എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ?
ആ കുർബാന അങ്ങനെ കഴിഞ്ഞു. കുർബാന കഴിഞ്ഞപ്പോൾ ഇമ്മാനുവലിനെ ഞാൻ കണ്ടുപിടിച്ചു. ഒരു മിഠായി കൊടുത്ത് പറഞ്ഞു, ഇമ്മാനുവലെ, നീ ഇന്ന് പള്ളിയിൽ വന്നതിൽ അച്ഛന് ഒരുപാട് സന്തോഷമുണ്ട്. നാളെയും ഇമ്മാനുവൽ പള്ളിയിൽ വരണം. പക്ഷേ അല്പം കൂടെയൊക്കെ നീ മര്യാദയ്ക്ക് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അവൻ സമ്മതിച്ചിട്ട് പോയി. പിറ്റേ ദിവസവും ഇവൻ നമ്മുടെ ജനാഭിമുഖ കുർബാന അല്ലാത്തത് കൊണ്ട് വചനശ്രൂഷ ജനാഭിമുഖവും പിന്നെ അനാപ്പറ അൽത്താരാഭിമുഖവുമാണല്ലോ. പള്ളിക്ക് വെച്ച് ഞാൻ വചനശ്രൂഷ സമയത്ത് ഇവൻ ഇടയ്ക്ക് അമ്മയുടെ പുറകെ നോക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ടോ ഇല്ലെന്ന്. ഞാൻ അൽത്താരയോട് കയറി പോയപ്പോൾ തൊട്ട് ഇവൻ പിന്നെയും തുടങ്ങി കുളങ്കര പരിപാടി തുടങ്ങി. 2-3 ദിവസം ഇവനിങ്ങനെ ഒച്ചയമ്പകളൊക്കെ ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല. എല്ലാ ദിവസവും മിഠായി കൊടുക്കും. ഒരു ദിവസം ഞാൻ അവനോട് പറഞ്ഞു, ഇമ്മാനുവലെ, നാളെ നിനക്ക് മര്യാദയ്ക്ക് നിന്നാൽ 3 മിഠായി തരാം. പക്ഷെ ഒറ്റ കണ്ടീഷനുണ്ട്, നീ ഏറ്റവും മുന്നേ വന്നിട്ട് ഈ നിലവിളക്കെ പിടിച്ച് കുർബാന തീരുന്നത് വരെ അനങ്ങാതെ നിന്നാലേ മിഠായി തരത്തുള്ളൂ. ഇമ്മാനുവൽ സന്തോഷമായി. ഞങ്ങൾ ഡീൽ ഉറപ്പിച്ചു. ഇവനങ്ങ് പോയി. പിറ്റേ ദിവസം രാവിലെ ഇവൻ നേരത്തെ കുർബാനയ്ക്ക് വന്നു. ഇവൻ നേരത്തെ കിടന്നുറങ്ങും. 3 മണിയാകുമ്പോൾ തൊട്ട് അപ്പനെയും അമ്മയും കുത്തിപ്പോക്കും. ഇവന് പള്ളിയിൽ പോകണം. ഇവന് അതതിൻ്റെ കാരണം ഇവനറിയാം എല്ലാ ദിവസവും ഇവന് മിഠായി കിട്ടുന്നതാണ്. അപ്പം ഇവൻ ഏറ്റവും മുന്നേ വന്ന് ഈ വിളക്കെ പിടിച്ചുകൊണ്ട് ഇവനിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ കുർബാനയ്ക്ക് വന്നപ്പോൾ ഞാൻ നോക്കി, ഇമ്മാനുവൽ വലിയൊരു നിലവിളക്കെ പിടിച്ച് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അന്നൊരു അപ്പച്ചന് വേണ്ടിയുള്ള ഒരു ഓർമ്മ കുർബാനയാണ്. എൻ്റെ നിയോഗം എന്ന് പറയുന്നത് ഇമ്മാനുവൽ ഈ വിളക്കെന്ന് പിടിവിട്ട് അമ്മയുടെ കൈ ചെല്ലണം എന്നുള്ളതാണ് എൻ്റെ നിയോഗം എന്ന് പറയുന്നത്. എൻ്റെ കുർബാനയുടെ എങ്ങാനും ഈ നിലവിളക്ക് മറിഞ്ഞ് കൊച്ചിൻ്റെ ദേഹത്ത് വീണാലത്തെ അവസ്ഥ എന്നതാ. 2 പീസാകും. വിളക്കല്ല, ഇമ്മാനുവൽ. പേടിച്ച് വരച്ചെന്ന് ഞാൻ കുർബാന ചൊല്ലിയത്. എന്തായാലും ഇവൻ മര്യാദയ്ക്ക് അവിടെ നിന്ന് ഈ കുർബാന മുഴുവൻ കൂടി. പിന്നെ എല്ലാ ദിവസവും രാവിലെ വരും, കുർബാനയ്ക്ക് വരും. എല്ലാ ദിവസവും എൻ്റെ മുറിയിൽ നിന്ന് 3 മിഠായി വെച്ചെടുത്തുകൊണ്ട് പോകും. ഒരു ദിവസം ഞാൻ ഇവനെ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഡ്രോയുടെ താക്കോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു. ഇവൻ വന്ന് മിഠായി എടുക്കാൻ നോക്കി, ഡ്രോ തുറക്കാൻ പറ്റുന്നില്ല. അവസാനം ഇവൻ കരയാൻ തുടങ്ങി. അവൻ കൊച്ചു പിള്ളേരുടെ നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് വാക്കുകളില്ലാത്തൊരു കരച്ചിലുണ്ടല്ലോ. പതിയെ മൂക്ക് ചലിച്ചു തുടങ്ങും, കവിള് തുള്ളി തുടങ്ങും. പിന്നീട് അണ പൊട്ടി ഒഴുകുന്നത് പോലെ കണ്ണുനീർ ഇങ്ങനെ പെട്ടെന്ന് താഴോട്ട് വീഴും. ഇമ്മാനുവലിൻ്റെ മുഖം പതിയെ ഇങ്ങനെ ചലിച്ചു തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. പതിയെ ഏങ്ങലടിക്കാൻ തുടങ്ങി. എനിക്ക് സങ്കടം തോന്നി. ഞാൻ അവനോട് പറഞ്ഞു, ഇമ്മാനുവലെ, അച്ഛൻ മോനെ കളിപ്പിച്ചതല്ലേ, തമാശ കാണിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ താക്കോല് മാറിയിട്ട് അവന് മിഠായി എടുത്തു കൊടുത്തു. മിഠായി പറഞ്ഞ് തുറന്നിട്ട് കൈ നിറയെ മിഠായി അവൻ്റെ കയ്യിലോട്ട് വാരിക്കോരി കൊടുത്തു. അവന് ഭയങ്കര സന്തോഷമായി. കിട്ടിയ മിഠായി മുഴുവൻ അവനിങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പിശുക്കനായ മിഠായിക്ക് കണക്ക് പറഞ്ഞ അച്ഛൻ ഒരു കണ്ണുനീരിൻ്റെ മുമ്പിൽ അരിഞ്ഞു തീർന്നല്ലോ എന്നുള്ള സന്തോഷത്തിലാവാം അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി. മിഠായി എല്ലാം കിട്ടി സന്തോഷത്തിരിക്കുന്ന കൊച്ചിനോട് ഞാൻ ചോദിച്ചു, ഇമ്മാനുവലെ, അച്ഛനോട് സ്നേഹമുണ്ടോ എന്ന് നോക്കട്ടെ, ഒരു മിഠായി തിരികെ തരാമോ എന്ന് ചോദിച്ചു. ഇമ്മാനുവൽ അതിനകത്ത് നിന്ന് ഒരു മിഠായി എനിക്ക് തന്നു. ഞാൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു, ഇമ്മാനുവലെ, അച്ഛനൊരു മിഠായും കൂടെ തരാമോ? അവനൊരു മിഠായും കൂടെ തന്നു. വീണ്ടും ഈ ചോദ്യം ആവർത്തിക്കപ്പെട്ടു. അങ്ങനെ കൊടുത്ത മുഴുവൻ മിഠായിയും ഞാൻ മേടിച്ച് മേശപ്പുറത്ത് വെച്ചു. ഇനി നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ കാണുക, എന്നെയും കാണണം, മേശപ്പുറത്തിരിക്കുന്ന മിഠായിയും കാണണം, ഇമ്മാനുവലിനെയും കാണണം. ഒരു പരിശുദ്ധ കുർബാന ഇത്രയേ ഉള്ളൂ, അല്ലേ? ആണോ? ദൈവം ദാനമായി നൽകിയത് മുഴുവനും അവൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു നിപ്പുണ്ടല്ലോ, അതിനെ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഈ 5 ബാർലിയപ്പവും 2 മീനും കൊണ്ടുവന്ന കൊച്ച് ഇത് മുഴുവനും അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് അവൻ നോക്കി നിൽക്കുകയാണ്. ഞാനിത് നന്നേ ചെറുപ്പത്തിലെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. ഞാൻ ഏറ്റവും ഇളയ പയ്യനാണ്. ചേട്ടനച്ഛൻ തൊട്ട് മുകളിലത്തെ ആളാണ്. ഏറ്റവും മൂത്ത ചേട്ടൻ വീട്ടിലുമുണ്ട്. അപ്പം ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അമ്മയുടെ കൂടെയാണ്. ഇളയ മകനായിട്ട് എനിക്ക് നിൽക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ടല്ലോ. നമുക്ക് പുറകെ ആരും ഭീഷണിയായിട്ടില്ലായിരുന്നുകൊണ്ട് നമുക്ക് 3-3.5 വർഷക്കാലം നമുക്കെല്ലാം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അമ്മയുടെ കൂടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ആകെപ്പാടെയുള്ളൊരു അവകാശം എന്ന് പറയുന്നത് അമ്മയുടെ സാരി തുമ്പിൽ എന്തെങ്കിലും നീളമുണ്ട് അത്രയും റൗണ്ട് കറങ്ങാൻ പറ്റും. അമ്മയ്ക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടും സാരി തുമ്പിൽ നീളം വളരെ കുറവാണ്. ഇന്നൊക്കെയാണെങ്കിൽ നിലത്ത് കൂടെ കിടക്കുന്നത് നമുക്ക് എളുപ്പമാണ്. ഒരു പ്രദേശം മുഴുവൻ കറങ്ങാൻ പറ്റുമോ? അന്നത്രയും കറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ ഈ കർത്താവിൽ ദൃഢമായി ശരണപ്പെട്ടു വന്ന സമയത്താണ് പുരോഹിതനും ബലിപീഠത്തെങ്കിൽ എത്തിച്ചേർന്ന് ഈ ബലിവസ്തുക്കൾ മുകളിലോട്ട് ഉയർത്തുന്നത്. അപ്പോൾ ആ ബലിവസ്തുക്കൾ ഉയർത്തുന്ന സമയത്ത് എൻ്റെ അമ്മ ഇടംവലം നോക്കാതെ 2 കണ്ണും പൂട്ടി കൈകൾ കൂപ്പിപ്പിടിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് എന്നും കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. എന്നും പ്രാർത്ഥിക്കുമ്പോൾ 2 കണ്ണും നിറഞ്ഞ് ഈ കൈത്തണ്ട വഴി കണ്ണുനീര് ഒഴുകി താഴേക്ക് വീഴും. താഴെ നിൽക്കുന്ന എൻ്റെ തലയിൽ വീണിട്ടാണ് എൻ്റെ ചെറുപ്പത്തിലെ മുടി ഇത്രയും പോയത്. ചേട്ടന് ഒരു മുടി പോലും പോയിട്ടില്ല. എൻ്റെ തലയ്ക്ക് മുടി പൊഴിയാൻ കാരണം ഒറ്റ കാര്യമാണ്, അമ്മയുടെ കണ്ണുനീര് വീണതാണ്. നമ്മളതിൻ്റെ ചുവട്ടിലല്ല നമ്മൾ നിൽക്കുന്നത്. അമ്മ ഇങ്ങനെ കണ്ണ് പൂട്ടി പിടിച്ച് പ്രാർത്ഥിക്കും. ഇതാണ് അമ്മയുടെ നമ്മുടെ കുർബാന സമയത്ത് നമ്മൾ കാണുന്ന അമ്മയുടെ ചിത്രം എന്ന് പറയുന്നത്. 2010 ഡിസംബർ മാസം 29-ാം തീയതി പൗരോഹിത്യം സ്വീകരിക്കാൻ വേണ്ടി 29-ാം തീയതി വീടിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ
അമ്മയുടെ അരികിൽ ചെന്ന് സ്തുതി ചെല്ലുമ്പോൾ അമ്മ ചേർത്ത് വെച്ച് പറഞ്ഞു തന്ന പൗരോഹിത്യ വിചാരവും പരിശുദ്ധ കുർബാന അർപ്പണവും ഇത് മാത്രമായിരുന്നു. അമ്മ അന്ന് പറഞ്ഞു തന്ന സുന്ദരമായൊരു സെൻറ്റൻസ് ഇന്നും ഈ കൈകളിൽ കാസയും പിലാസയും ഏറുമ്പോൾ ഞാൻ ഓർത്തെടുക്കുന്നത് മാത്രമേ ഇത്രയേ ഉള്ളൂ. അമ്മ പറഞ്ഞു വിട്ടത് ഇതാണ്: മോനെ, നിൻ്റെ അമ്മ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് നീ കണ്ടിട്ടുണ്ട്. നാളെ ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞ് കൈകളിൽ കാസയും പിലാസയും ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ പൊന്നുമോൻ മറന്നുപോകരുത്. ഇതുപോലെ താഴെ നിന്ന് കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കന്മാരുടെ കണ്ണുനീരാണ് എൻ്റെ കുഞ്ഞ് നാളെ മുതൽ ബലിയായിട്ട് തമ്പുരാൻ അർപ്പിക്കാൻ പോകുന്നത്. നിസ്സാരമായിട്ട് കാണരുത്. ഇത്ര ഭംഗിയായിട്ടാണ് അമ്മ ഇത് പറഞ്ഞു വിട്ടത്. ഇന്നും പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കാസയും പീലാസയൊക്കെ ഒരുക്കി അത് ബലിപീഠത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഞാൻ ആദ്യമേ ഓർക്കുന്നതാണ്: ദൈവമേ, വിശപ്പോടുകൂടെ നിൽക്കുന്ന ദൈവജനത്തിൻ്റെ കണ്ണുനീര് മുഴുവനും ഈ കാസയിൽ വഹിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ തിരുസന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുമ്പോൾ ഈ കണ്ണുനീരിന് ഉത്തരം കൊടുക്കാൻ നീ മാത്രമേ ഉള്ളൂ, നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഈ ഒരു വിശ്വാസ ബോധ്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇന്നും പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്രേ ഉള്ളൂ: കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന മക്കളുടെ കണ്ണുനീരിനുള്ള ഉത്തരമായിട്ട് നമ്മുടെ ബലി മാറണം. വേറെ ഒന്നും പറഞ്ഞു വിട്ടില്ല അമ്മ. ഇത്രേ പറഞ്ഞുള്ളൂ. വലിയ വിദ്യാഭ്യാസം, 4ാം ക്ലാസ് കണ്ട വിദ്യാഭ്യാസം ഉള്ളൂ. പക്ഷേ പറഞ്ഞു വിട്ടതാണ്. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ള മാതാപിതാക്കന്മാരെയും ഈ 5 ബാർലിയപ്പവും 2 മീനും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് നോക്കി നിൽക്കുന്ന ഒരു കൊച്ചാണ്. അവൻ അതിനകത്ത് അല്പം പോലും എടുത്ത് മാറ്റിയിട്ടില്ല. അന്ത്രയോസ് ചോദിച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ കുർബാന എന്ന് പറയുന്നതും. കാരണം നിങ്ങളുടെ ജീവിത നിയോഗങ്ങൾ പുരോഹിതന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുന്ന കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് അന്ത്രയോസിൻ്റെ കയ്യിലേക്ക് ഈ അപ്പം കൊടുത്തതുപോലെ തന്നെ നിങ്ങൾ വൈദികന്റെ കരങ്ങളിലേക്ക് ഈ ജീവിത നിയോഗങ്ങൾ കൊടുക്കുന്നു, അല്ല നിങ്ങളുടെ ജീവിതം കൊടുക്കുന്നു. ആ ജീവിതവും വഹിച്ചുകൊണ്ടാണ് പുരോഹിതൻ ബലിപീഠത്തിലേക്ക് കയറി പോകുന്നത്. പിന്നെ അവൻ തിരിച്ച് കർത്താവിനെ തരാൻ വേണ്ടിയാണ് അവൻ പിന്നീട് ഇറങ്ങി വരുന്നതാണോ? ആദ്യമേ വചനത്തിൻ്റെ അപ്പം നൽകാനും രണ്ടാമത് ജീവൻ്റെ അപ്പം നൽകാനുമായിട്ടാണ് പുരോഹിതൻ ഒഫീഷ്യലായിട്ട് ബലിപീഠത്തിൽ താഴോട്ട് ഇറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് നമുക്ക് ചിന്തിക്കുവാനും ജീവിക്കുവാനും നമുക്കാണ്. ഒരു പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഒരു ജീവിത അനുഭവം നമുക്ക് സ്വന്തമാക്കണം. നമ്മുടെ മാതാപിതാക്കൾ, അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ 52 ഞായറാഴ്ചത്തെ കുർബാനയുടെ കാര്യം പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഇതായിരുന്നു അവർക്കൊരു കുർബാന എന്ന് പറഞ്ഞാൽ. ഒരു ഞായറാഴ്ച കുർബാന മുടങ്ങിയാൽ മുട്ടുകുത്തി നിന്ന് കുമ്പസാരിക്കാതെ അവർ കുർബാന സ്വീകരിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് 5 മിനിറ്റ് താമസിച്ചു പോയെങ്കിൽ അവരന്ന് പള്ളിയിൽ പോവില്ല. വലിയ മാരകമായി കുറ്റം ചെയ്തതുപോലെയാണ് നമ്മുടെ മാതാപിതാക്കന്മാർ. എന്ന് പറഞ്ഞാൽ കുർബാനയ്ക്ക് ഒരു 10 മിനിറ്റെങ്കിലും മുമ്പേ ചെന്നിട്ട് വേണം അവർ കുർബാന അർപ്പിക്കാനായിട്ട്. അത്രമാത്രം അവർ വില കൊടുത്തിരുന്നു കുർബാനയ്ക്ക്. ഈ 5 ബാർലിയപ്പവും 2 മീനും കർത്താവിൻ്റെ കാര്യം അന്ത്രയോസിനോട് കൊടുത്ത് ഈ കൊച്ച് നോക്കി നിൽക്കുകയാണ് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എത്തിച്ചേർന്നപ്പോൾ എന്ത് സംഭവിച്ചു? കീറി മുറിച്ചൊന്നുമില്ല. അവൻ ആശീർവദിച്ച് കൊടുത്തു, വിളമ്പിക്കൊള്ളാൻ പറഞ്ഞു. വിളമ്പിയിട്ട് എന്താ ചെയ്തത്? എല്ലാവർക്കും തികഞ്ഞില്ലേ? ഇനി അതിൻ്റെ അവസാനം പറഞ്ഞു വയ്ക്കുന്ന എന്നതാണ്? 12 കുട്ട നിറയെ. യോഹന്നാൻ ശ്ലീഹ പറയാതെ വെച്ച ഒരു സുവിശേഷം കൂടെ അതിനകത്തുണ്ട്. എന്നാണെന്നറിയാമോ? ഈ കൊച്ചു തിരിച്ചെങ്ങനെയായിരിക്കും വീട്ടിൽ പോയത്? എൻ്റെ ഇപ്പോഴത്തെ ചോദ്യം ഇതാണ്: ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് 12 കുട്ട നിറയെ അപ്പം ശേഖരിച്ച് വെച്ച കൊച്ച് തിരിച്ച് വീട്ടിൽ പോയത് എങ്ങനെയായിരിക്കും? എന്തോ കേട്ടില്ല? നമ്മുടെ സ്വഭാവ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഒരു അല്ലേ ഗ്രഹണി പിടിച്ചൊരു വയർ, അതുകൊണ്ടല്ല എനിക്ക് അവൻ അത്രയും നിന്നോണ്ടിരുന്നില്ലേ. കുഞ്ചൊരു കുട്ടി വയറും ഒക്കെ ആയിട്ട് ഒരു ഉണ്ണി വയറും പിടിപ്പിച്ച് കൊട്ടയ്ക്കകത്ത് നിറച്ച് അപ്പവും കൈ പിടിച്ച് തൂക്കുക പാത്രത്തിൽ അപ്പം പിടിച്ച് ഈ കൊച്ചു നടന്നു പോകുന്ന ചിന്തയിലൊന്ന് കണ്ട് ഭാവനയിലൊന്ന് കണ്ടു നോക്കിക്കേ. അവനെന്തായിരിക്കും പിന്നെ കർത്താവ് എങ്ങനെ കൊടുക്കുമെന്നാണ് പറഞ്ഞത്? നിറച്ച് കുലുക്കി അങ്ങനെ കണ്ട് കൊടുക്കുന്നില്ല പറഞ്ഞേക്കുന്നത്. ഈ കൊച്ചു എങ്ങനെയായിരിക്കും മടങ്ങിപ്പോയേക്കുന്നത്? സ്നേഹമുള്ളവരെയും കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെടുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം ധാരാളമായിട്ട് ഒഴുകും. അവർ കൊടുത്തത് കൊണ്ടല്ല അവർ പോകുന്നത്, പുതിയതുമായിട്ട് അവർ മടങ്ങിപ്പോകുന്നത്. അതവൻ എടുക്കാൻ വയ്യാവുന്നതിനൊക്കെ അപ്പുറത്ത് നിന്നിട്ടാണ് അവരെടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് കർത്താവിന് നമ്മൾ കൊടുത്ത് ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ പണത്തിൻ്റെ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്, അതിൻ്റെ മാറ്ററും അല്ലത്. നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഞാൻ നിലകൊള്ളുമ്പോൾ ഞാൻ എത്രമാത്രം എന്നെ പൂർണ്ണമായിട്ട് കർത്താവിന് വിട്ടുകൊടുത്ത് ബലിയായിട്ട് എനിക്ക് തീരാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നടന്നു വന്ന വഴികൾ മുഴുവനും
ഒരു മാപ്പിലൂടെ നോക്കിയാൽ, ഗൂഗിൾ മാപ്പിലൂടെ നോക്കിയാൽ എന്താണെന്നറിയാമോ, ഇന്ന് അവിടെ ഇവിടെയൊക്കെ ഓരോ നാഴികക്കൽ പെട്രോൾ പമ്പ്, ഹോട്ടൽ എന്നൊക്കെ നമുക്ക് ചില പോയിന്റുകൾ നൽകാറുണ്ട്. പക്ഷേ അന്ന് അബ്രാഹാം നടന്ന വഴികളും മുഴുവൻ നോക്കിയാൽ അവിടെയെല്ലാം ഓരോ ബലിക്കല്ല് കാണാൻ പറ്റുമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഈരാറ്റുപേട്ട എന്നൊക്കെ ഈ മുട്ടത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ആ മേലുകാവൊക്കെ ചെല്ലുമ്പോൾ അങ്ങേപ്പുറത്തെ മലയുടെ മുകൾ അവിടെ ഇവിടെയൊക്കെ കുരിശ് പൊങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ ക്രൈസ്തവർ കുടിയേറിയ ഇടങ്ങളുടെ ഇടമാണതൊക്കെ എന്ന് പറഞ്ഞാലും അവിടെയൊക്കെയാണ് നമ്മൾ കുന്നിൻ്റെ മുകളിലൊക്കെ ഈ പള്ളി കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തിനാണ് ഈ മാതാപിതാക്കന്മാർ ഈ കുന്നിൻ്റെ മണ്ടേ കൊണ്ട് പള്ളി സ്ഥാപിച്ചതെന്നല്ലേ? എന്തേലും നിരപ്പായ സ്ഥലങ്ങളുണ്ടായിരുന്നു. ആ മലയുടെ അടിവാരത്തെങ്ങാനും പള്ളി സ്ഥാപിച്ചിട്ട് നമുക്ക് എന്ത് എളുപ്പമുണ്ടായിരുന്നു. ഏതെങ്കിലും പള്ളി ഞങ്ങളുടെ ഹൈറേഞ്ച് സൈഡിലേക്ക് വന്ന, കാഞ്ഞിരപ്പള്ളിയിലേക്ക് വന്ന സമതല പ്രദേശത്തുണ്ടോ, നിരപ്പിലുണ്ടോ? എല്ലാം കുന്നിൻ്റെ മണ്ടയിലെ കൊണ്ടേ വെച്ചേക്കുന്നത്. കാരണം എന്നതാണ്? കാരണം മലമുകളിൽ നിന്ന് ദൈവത്തിൻ്റെ മക്കളിലേക്ക് കൃപ ഒഴുകിയിറങ്ങുന്നുള്ള കാഴ്ചപ്പാടുണ്ട്. രണ്ടാമത്തെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ദേവാലയത്തെക്കാളും വീട് ഉയർന്നു നിൽക്കരുത് എന്നുള്ള ചിന്ത കൂടി അതിന് പിന്നിലുണ്ട്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വേണം മലമുകളിൽ കയറി ചെന്നിട്ട് വേണം ബലി അർപ്പിക്കുവാനായിട്ട്. ആ ഒരു കാഴ്ചപ്പാടും അതിന് പിന്നിലുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കന്മാരായിരിക്കുന്ന ഇടങ്ങളിൽ ദേവാലയം സ്ഥാപിച്ച് ആ ദേവാലയത്തിൽ ബലിയർപ്പിച്ച് ആരംഭിച്ച നമ്മുടെ ക്രൈസ്തവ ജീവിതമാണ് ഇന്ന് വിശ്വാസത്തിൻ്റെ എന്തൊക്കെയോ ഒരു ഉപരിപ്ലവമായ കാര്യങ്ങളിലൂടെ കടന്നുപോയി ആഴമില്ലാത്ത വിശ്വാസങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഒരു പരിശുദ്ധ കുർബാനയിൽ ഞാൻ നിങ്ങളൊക്കെ പങ്കുചേരുമ്പോഴും ഈ അന്ത്രയോസ് കാണിച്ച മനോഭാവത്തോടു കൂടെ നമുക്കുള്ളത് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന ഒരു ആത്മസമർപ്പണത്തിൻ്റെ വേദിയായിട്ട് മാറണം. ഈ കൊച്ചിനെ പോലെ മടി കൂടാതെ കൊടുക്കാൻ പറ്റുന്നവരായിട്ട് നമ്മൾ മാറണം. അവിടെ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഞാനിത് പലപ്പോഴും ഓർക്കുന്നതിനെന്നറിയാമോ, ഞാൻ പറഞ്ഞു കുർബാനയ്ക്ക് അല്പം മുമ്പൊക്കെ ചെല്ലുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ വീട്ടിലെ 3 ആൺപിള്ളേരാണ്. ഞങ്ങളുടെ പള്ളിയിലേക്ക്, ഇടവപ്പള്ളിയിലേക്ക് പോകണമെങ്കിൽ ഏകദേശം 6.5 കിലോമീറ്റർ മിച്ചം ദൂരമുണ്ട്. കുന്നിൻ്റെ മണ്ടേന്ന് വേണം ഇറങ്ങി, പാലപ്പുഴ കുന്നിൻ്റെ മണ്ടേന്ന് വെളിച്ചാനിപ്പള്ളിയിലേക്ക് ഇറങ്ങി വരണം. അത്ര ദൂരമുണ്ട്. അപ്പോൾ രാവിലത്തെ കുർബാനയ്ക്ക് അമ്പയ്ക്ക് പോകാൻ നേരമില്ല. കാരണം വീട്ടിലെ പണികളെല്ലാം തീർക്കാൻ ഞങ്ങളെ സൺഡേ സ്കൂളിൽ പറഞ്ഞു വിടണം. വൈകിട്ട് 4 മണിക്കത്തെ കുർബാനയ്ക്കാണ് അമ്മ പള്ളിയിൽ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 6.5 കിലോമീറ്റർ ദൂരം നടന്നു തീരണമെങ്കിൽ 1.5 മണിക്കൂർ സമയം വേണം. എന്ന് പറയും 4 മണിക്കത്തെ കുർബാനയ്ക്ക് 2:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ സമയത്ത് അവിടെ ചെല്ലുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് അത്രയും സമയമൊന്നുമില്ല. 3:30 ആകുമ്പോഴാണ് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി, കുർബാന കാണുമോ പള്ളിയിൽ പോയിട്ട് വരുമോ എന്ന്. അവിടുന്ന് ഇറങ്ങി ഓടി മിക്കവാറും പള്ളിക്ക് ചെല്ലുമ്പോൾ ഒന്നെങ്കിലും സർവാധിപനം എന്ന പാട്ടിൻ്റെ സമയവും അല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴാണ് അമ്മ അവിടെ പള്ളിയിൽ ചെല്ലുന്നത്. പിന്നെ അമ്മയ്ക്കൊരു പ്രശ്നമുണ്ട്, നാണമില്ലാത്തത് കൊണ്ട് ഏറ്റവും ഫ്രണ്ടിലെ വാതിൽ കൂടെ കയറി വന്ന് ഏറ്റവും മുന്നേ മുട്ടുകുത്തി കുരിശ് വരച്ചിട്ട് അതവിടെ ഇരുന്നോളും. വലിയ കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ പ്രസംഗത്തിൻ്റെ സമയത്ത് മുഴുവൻ ഇരിക്കുകയാണ്. ഇന്നത്തെ പോലെ കസേരകളൊന്നും ഇല്ലല്ലോ, നിലത്താണല്ലോ ഇരിക്കുന്നത്. അമ്മയ്ക്കൊരു വിഷയമില്ല. അമ്മ ഏറ്റവും മുന്നേ കയറി വന്ന് ഏറ്റവും മുന്നിലേ വന്നിരിക്കത്തുള്ളൂ. താമസിച്ചൊന്നുമില്ല. അപ്പം ഞങ്ങൾ 2 പേര് സെമിനാരിൽ പഠിക്കുന്നു, അച്ഛനാകാൻ പഠിക്കുന്നു. ഞാനൊരു ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞങ്ങൾ പള്ളികളിൽ ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ ജനത്തോട് പറയും കുർബാനയ്ക്ക് 5 മിനിറ്റ് മുമ്പ് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചൊരുങ്ങണമെന്ന്. ഏതെങ്കിലും അറിയാവുന്ന ആൾക്കാർ എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കും, നീ ചെന്ന് ആദ്യമേ നിൻ്റെ അമ്മയോട് ഈ സുവിശേഷം പ്രസംഗിക്കുക, അതിനുശേഷം ഞങ്ങളോട് വന്ന് പ്രസംഗിച്ചാൽ മതി എന്ന്. വല്ല സംശയമുണ്ടോ? ഞാനതുകൊണ്ട് അമ്മയോട് പറഞ്ഞു, അമ്മയുടെ കഷ്ടപ്പാടും ഈ ഓട്ടമൊക്കെ ധാരാളം മതി അമ്മേ, അതുകൊണ്ട് ഈ സമയം കിട്ടുമ്പം മുഴുവൻ കുർബാനയ്ക്ക് പോയാൽ മതി എന്ന് പറയും. ആദ്യമേ ഒന്നും വലിയ മറുപടി ഒന്നും അമ്മ പറയില്ല. അതിനുശേഷം അമ്മയ്ക്ക് കുറിക്കുള്ളൊന്ന് മറുപടി കൊടുക്കാൻ അറിയാവേ. നമ്മുടെ ഈ കൗണ്ടർ ഓടിക്കാന്നൊക്കെ നമ്മൾ പറയല്ലേ, അക്ഷരാർത്ഥത്തിൽ നന്നായിട്ട് കൗണ്ടർ പറയാൻ അറിയാവുന്ന ഒരാളാണ് എൻ്റെ അമ്മ. മിണ്ടത്തില്ല, ചിരിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. എന്തെങ്കിലും വീണെങ്കിൽ നല്ല സൂപ്പർ കൗണ്ടറായിരിക്കും അത് വീഴാൻ പോകുന്നത്. ഞാൻ കുറേ നാൾ ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ച് അമ്മയൊന്നും മിണ്ടിയില്ല. ഒരിക്കൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ വീണ്ടും പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പറയും, മോനെ ഇങ്ങ് വന്നിടാന്ന് പറഞ്ഞു. ഞാൻ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ, ദൈവം എനിക്ക് 3 ആൺപിള്ളേരെ ദാനമായിട്ട് തന്നിട്ടുണ്ട്. ഈ 3 പേരെ ബലിപീഠത്തെങ്കിലും ഓർക്കാൻ വേണ്ടി ഈ അമ്മ ഓടുന്നതെന്ന് പറഞ്ഞു. ശേഷം ഇന്നേ വരെ എൻ്റെ അമ്മയോട് ഞാൻ പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ പറയും, 12 വർഷക്കാലം ഞാൻ സെമിനാരിയിൽ ദൈവശാസ്ത്രം പഠിച്ചു. ആ 12 വർഷക്കാലം ഞാൻ ആ പള്ളി സെമിനാരിയിലെ ക്ലാസ് മുറിയിലിരിക്കുമ്പോൾ എനിക്കൊന്നും ഒരു പുതുമയായിട്ട് എനിക്കൊരിക്കലും ഒന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറയും, കത്തോലിക്കാ സഭയുടെ മുഴുവൻ ദൈവശാസ്ത്രം ഈ ഒരൊറ്റ സെൻറ്റൻസിലുണ്ടായിരുന്നു. മക്കൾ എന്താണ്? ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം ദാനമായി നൽകിയതാണെങ്കിൽ അതിനെ വളർത്താനുള്ള കഴിവ് ഉണ്ടോ? നമ്മളൊരു വണ്ടി കാശ് മുടക്കി മേടിച്ചു, അത് നന്നാക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണോ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടേ കൊടുക്കുന്നത്? ഈ കാശ് മുടക്കി വണ്ടി മേടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും, പക്ഷെ അത് നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അപ്പം അമ്മ പറഞ്ഞതാണ്, 3 മക്കളെ എനിക്ക് ദൈവം ദാനമായി നൽകി. ഈ 3 മക്കളെ ബലിപീഠത്തെങ്കിലും ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ എല്ലാ കുർബാനയ്ക്കും വേണ്ടി, അല്ലെങ്കിൽ ഓരോ ഞായറാഴ്ച കുർബാനയ്ക്ക് ഞാൻ വേണ്ടി ഓടുന്നതെന്ന്. ഞാൻ ഇന്ന് അമ്മയോട് അഭിമാനപൂർവ്വം പറയും, അമ്മേ,
ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ബലിപീഠത്തിലേക്ക് അമ്മ ഓടി. ഇന്ന് അമ്മയുടെ 2 മക്കളും നേരം പുലരാൻ കാത്തിരിക്കുകയാണ് അതേ ബലിപീഠത്തിലേക്ക് ഓടിപ്പോയി ബലിയർപ്പിക്കാനായിട്ട്. എത്രയോ ഭാഗ്യമാണത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മളൊക്കെ ഓർത്തെടുക്കുമ്പോൾ പ്രസംഗിച്ച ചില സുവിശേഷങ്ങളൊക്കെയും നമ്മുടെ മുമ്പിൽ നമ്മുടെ കണ്ണുകളെ നമ്മുടെ മനസ്സുകളെയൊക്കെ ഈറനണിയിക്കുന്നുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന സുവിശേഷ പ്രഘോഷണം അത് തന്നെയല്ലേ? എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ കൊള്ളുന്നു, എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ അതൊരു നീറ്റലായിട്ടത് മാറുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ എവിടെയാ സ്നേഹമുള്ളവർ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് 5 ബാർലിയപ്പം 2 മീനി കൊടുത്ത് കൊച്ചിൻ്റെ ആത്മസമർപ്പണമാവണം. ഞാൻ അതുകൊണ്ട് എപ്പോഴും എൻ്റെ ഇടവക ജനത്തോട് ഞാൻ പറയും, അതായത് നേർച്ചപ്പെട്ടിയിൽ കാണിക്കയിട്ട നാണയത്തൊട്ട് മാത്രമാണ് അമ്മയുടെ ഉദരത്തിൽ വീണ ഒരു കൊച്ചെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് മക്കളെ തന്നിട്ടില്ല. എൻ്റെ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, ദൈവം നിങ്ങൾക്ക് മക്കളെ തന്നിട്ടില്ല. അമ്മയുടെ ഉദരത്തിൽ ദൈവം കാണിക്കയിട്ടൊരു നാണയത്തൊട്ട് മാത്രമാണ് നിങ്ങളുടെ സ്വന്തമെന്ന് നിങ്ങൾ കരുതുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഈ നേർച്ചപ്പെട്ടി വീണ പൈസയ്ക്ക് കണക്ക് പറയാൻ നേർച്ചപ്പെട്ടിക്ക് വല്ല അവകാശമുണ്ടോ? നേർച്ചപ്പെട്ടി പറയുകയാണ് ഇതിനകത്ത് വീഴുന്ന പൈസ മുഴുവൻ എനിക്കെന്ന് പറഞ്ഞാൽ അവസ്ഥ എന്നതാ, പറയാൻ പറ്റുമോ? അതുകൊണ്ട് ദൈവം നമുക്ക് നമ്മുടേതായിട്ട് വളർത്താൻ മക്കളെ നൽകിയിട്ടില്ല. ദൈവം നൽകിയിരിക്കും ദൈവത്തിൻ്റെതാക്കി തീർക്കാൻ വേണ്ടിയാണ് ദൈവം മക്കളെ. അതുകൊണ്ടാണ് എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 2:10 ഇപ്രകാരമാണ് നമ്മെ പഠിപ്പിക്കുന്നത്: നാം എല്ലാം ദൈവത്തിൻ്റെ കരവേലയാണ്. ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തു. സ്നേഹമുള്ളവരെ, ഞാൻ ചിന്തിക്കുന്ന ഇതാണ്, എൻ്റെ അമ്മയെ ദൈവം തെരഞ്ഞെടുത്തു. ഈ ഭൂമിയിൽ എനിക്ക് ജന്മം നൽകാൻ വേണ്ടി എൻ്റെ ദൈവമായ കർത്താവ് ഭൂമി മുഴുവൻ അന്വേഷിച്ചു. എനിക്ക് ജന്മം നൽകാൻ പറ്റിയൊരു ഉദരം തേടി ഈ ഭൂമി മുഴുവൻ ദൈവം അന്വേഷിച്ച് നടന്നു. ഏറ്റവും അവസാനം കണ്ടുപിടിച്ചത് ആരാന്നറിയാം? ഇടശ്ശേരി പാവത്തെ അന്നമ്മച്ചേടത്തെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അനാദിയിൽ ഞാൻ സൃഷ്ടിച്ച എൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ നിന്റെ ഉദരമൊന്ന് എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അവൾ കൊടുത്തതുകൊണ്ടാണ് 3ാമത്തെ മകനായിട്ട് എനിക്ക് പിറക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ 2 നിന്ന് പോയാനെ ആകുമായിരുന്നോ? സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തെങ്കിലും ഇത് തന്നെ ആവണം. ദൈവം നമുക്ക് ദാനമായി നൽകിയതിനെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് നമുക്ക് നോക്കി നിൽക്കാനായിട്ട് നമുക്ക് പറ്റണം. ഈ 5 ബാർലിയപ്പം 2 മീനും നമ്മളെ പഠിപ്പിക്കുന്ന ചിന്തയും അത് തന്നെയാണ്. ദൈവം അമ്മ കൊടുത്തു വിട്ടത് മുഴുവൻ പൂർണ്ണമായിട്ട് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് നോക്കി നിൽക്കുകയാണ് കൊച്ച്. എന്താ നോക്കി നിന്നത്? അത് ദൈവത്തിന്റെ കരങ്ങളിലാന്നിരിക്കുന്ന ഒരു ബോധ്യം അവനുണ്ട്. എന്താ സംഭവിക്കുന്നതിനെ കുറിച്ച് അവൻ അറിയില്ലെങ്കിൽ പോലും അവൻ നോക്കി നിൽക്കുകയാണ്. അത് സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് തമ്പുരാന് പൂർണ്ണമായിട്ടും സമർപ്പിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും നമ്മുടെ കഴിവുകളൊക്കെയും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവിടെ ഒരു സമൃദ്ധി ഉണ്ടാകും. ഒരു 12 കുട്ടയുടെ സമൃദ്ധി ഉണ്ടാകും. 12 കുട്ട എന്ന് പറയുന്നത് നിസ്സാര നമ്പരല്ല. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ ആരംഭം പറഞ്ഞു വെക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അവൻ നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു എന്ന് പറഞ്ഞത്. എന്നിട്ട് അവസാനം പറഞ്ഞു വയ്ക്കുകയാണ് 12 കുട്ടം നിറയെ അവൻ ശേഖരിച്ചു വെച്ചെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആകപ്പെട്ട 12 ഗോത്രങ്ങളേ ഉള്ളൂ. ആ 12 ഗോത്രങ്ങളിൽപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരല്ലേ. അപ്പൊ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് നേരത്തെ നനച്ചിരിക്കുന്ന കഴുതി വെച്ചിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് ആകുലരാകുകയല്ല വേണ്ട, അസ്വസ്ഥരാകുകയല്ല വേണ്ടത്. രക്ഷിക്കാനാവാത്തവരും കർത്താവിന്റെ കാര്യങ്ങളൊന്നും കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്തവരുടെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടുമില്ല. സ്നേഹമുള്ളവരെ, ആ ദൈവത്തിന് മുമ്പിൽ ഞാൻ നിങ്ങൾ നിൽക്കുമ്പോൾ ഏറ്റവും പരിശുദ്ധിയോടുകൂടെ പരമപരിശുദ്ധിയോടുകൂടെ നിൽക്കാൻ നമുക്ക് പറ്റണം. ഒരാത്മ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അവിടെ ദൈവം ഇടപെടുകയുള്ളൂ. അതുകൊണ്ട് പിടിച്ചു വെക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധി എന്ന് പറയുന്നത്, മറിച്ച് പൂർണ്ണമായിട്ട് തമ്പുരാനെ സമർപ്പിച്ചു കൊടുത്തത് ഇത് ദൈവം ദാനമായി നൽകിയതാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. അവിടെ നമ്മുടെ ജീവിതം ആരംഭിക്കുക. അതുകൊണ്ട് ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഈ കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഇന്നത്തെ ചിന്ത ഇപ്രകാരം ഒന്ന് കുറിച്ച് വയ്ക്കാം. ഒന്ന്, നിനക്ക് മറുകരയിലേക്ക് നിന്റെ മക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ, ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിനക്ക് ശാന്തത ഉണ്ടാകുന്നുണ്ടോ? നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിന് ശാന്തത കൊടുക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ സീരിയലുകളും കൗണ്ടർ പോയിന്റുകളും ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനൊക്കെ ഇടയിൽ നിന്റെ കുടുംബത്തെ ശാന്തമാക്കാൻ ഈ ലോകത്തിന്റെ വാർത്തകളൊക്കെ ഒതുക്കി വെച്ചിട്ട് നിന്റെ കുടുംബത്തെ തമ്പുരാന്റെ മുമ്പ് ശാന്തതയോടുകൂടെ മറുകരിക്കുക തമ്പുരാൻ കൂട്ടിക്കൊണ്ടുപോയതുപോലെ നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കന്മാരെയും കൊച്ചുമക്കളെയും കൂട്ടിക്കൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കാൻ നിനക്ക് നേരമുണ്ടാകുമോ? അതല്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന പുണ്യം എന്ന് പറയുന്നത്. എത്ര മണിക്കൂർ വേണമെങ്കിലും മക്കൾക്ക് വേണ്ടി ദൈവസന്നിധി വന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ ഈ കാലഘട്ടത്തിന്റെ പുതിയൊരു കാഴ്ചകളാണ്. വേണ്ട എന്ന് ഞാൻ പറയില്ല. ഞാനും ഇരിക്കുന്ന അങ്ങനെ ഒരു സെന്ററിലാണ് ഞാനും ഇരിക്കുന്നത്. ഒരുപാട് പേര് വരുന്നുണ്ട്. എന്താ കാരണം എന്ന് പറയുന്നത്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടോ നമ്മുടെ വീട്ടിൽ? ഉണ്ടോ മാതാപിതാക്കന്മാരെ?
മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പ്രാർത്ഥിക്കുന്ന മക്കൾ നമ്മുടെ വീട്ടിലുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എവിടെയാ അത് കുറവ് സംഭവിച്ചത്? ഞാൻ പ്രാർത്ഥിച്ചോളാം, മോൻ പോയി പഠിച്ചോളാം പറയുന്ന മാതാപിതാക്കന്മാർ പുതിയ കാലഘട്ടം എത്തിയില്ലേ? അതുകൊണ്ട് ഈ സ്നേഹമുള്ളവരെ, നമ്മൾ ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ കേവലം ഒരു വചനം കേട്ട് മടങ്ങിപ്പോകുന്നതിനൊക്കെ അത് ജീവിതത്തിൽ സാംശീകരിച്ച് ജീവിതത്തിന്റെ ഊടും ഭാവം കൂടെ തന്നെ മാറ്റണം പറ്റണം. ആദ്യമേ ഈ ശാന്തതയോടുകൂടി നിങ്ങൾ ഈ വചനം കൂടാത്തിരുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ വൈകുന്നേരം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സമയം തമ്പുരാന്റെ മുമ്പിൽ ശാന്തതയോടെ ഇരുത്താൻ പറ്റിയാൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിട്ടത് മാറും. അതുകൊണ്ടാണ് വിവാഹം ആസ്വദിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥനയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്നാണ് വിവാഹത്തിന് ഏറ്റവും സമാപന പ്രാർത്ഥന ചെല്ലുന്നത്. ആണോ അല്ലയോ? കേട്ടിട്ടുണ്ടോ പ്രാർത്ഥനകൾ? നിരവധിയായ ആത്മാർത്ഥ സുഹൃത്തുക്കളെ നൽകണം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഏറ്റവും പറയാണ് പ്രാർത്ഥനയിൽ ഈ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന്. സമ്പന്നതയിലല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ തമ്പുരാന്റെ മുമ്പിൽ ശാന്തതയോടുകൂടി ഇരുത്തുന്ന നല്ലൊരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചുമ്മാതെ അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മെ തിരഞ്ഞെടുത്തുവെങ്കിലും വരുന്നവന്റെ വിശപ്പ് തിരിച്ചറിയുന്ന കണ്ണും കാതും നമുക്കുണ്ടാവണം. സമരിയക്കാരൻ്റെ ഉപമയിൽ നമ്മൾ കണ്ടുമുട്ടുന്നതും അത് തന്നെയാണ്. നടന്നുപോയ വഴികളിൽ മുഴുവനും ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത കരുതലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ കണ്ണും കാതുമാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. അതുകൊണ്ടാണ് സോളമൻ രാജാവ് ജെറുസലേം ദേവാലയം വെഞ്ചരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കുന്ന സമയത്ത് പറഞ്ഞു, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദേശത്ത് പട്ടിണിയും ക്ഷാമവും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാകുമ്പോൾ, പകയും പകർച്ചവ്യാധികളും ഉണ്ടാകുമ്പോൾ, നിന്റെ മക്കൾ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് സ്വരം കേൾക്കാൻ വേണ്ടി സ്വർഗം വിട്ട് നീ ആലയത്തിൽ ഉണ്ടാകണമേ. വീണ്ടും പറയാണ്, കർത്താവേ, വിജാതീയരായ മക്കള് നിന്റെ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുവാൻ നീ ഈ ആലയത്തിൽ ഉണ്ടാകണമേ. ഇത്ര സുന്ദരമായ പ്രാർത്ഥനയാണ്. അപ്പോൾ ദൈവത്തിന്റെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഇടമായിട്ട് നമ്മൾ മാറും. എൻ്റെ സ്നേഹമുള്ള ഞാൻ പറയും, നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുക, ഞാൻ പറയും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത്രയും ആവില്ലൊരു പുരോഗതിയുടെ പ്രാർത്ഥന. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ നാമത്തിൽ 2-3 പേര് ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യേ ഞാൻ ഇവിടെ പോയിരുന്നാലോ? വചനം ആരുടെ കൂടെയാ? ഒരു ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് നിൽക്കുന്നതാണ്, ഒരു വൈദികൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് പ്രാർത്ഥനയ്ക്ക്. വചനം കിടക്കുന്നത് എവിടെയാ? അവിടെ സ്നേഹമുള്ളവരെ, മിശിഹായുടെ രാജകീയമായ ഒരു പൗരോഹിത്യത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ വായനയും അത് തന്നെയായിരുന്നു കടന്നുപോയത്. കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയിൽ അഹറോൻ ദൈവം സീനായ മലയുടെ അടിവാരത്തെത്തിയപ്പോഴത്തേക്കും മോശ അഹറോനെ മക്കളേക്കും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, അവരെ അഭിഷേകം ചെയ്ത് പൗരോഹിത്യ വസ്ത്രം കൊടുത്ത് ഓർക്കുന്നുണ്ടോ? എന്നതാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മാമോദീസായ്ക്ക് വൈദികൻ നിങ്ങളുടെ മാനവാതിലേക്ക് വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് മാമോദീസയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ അഭിഷേകം ചെയ്തതിന് ശേഷം വിശുദ്ധിയുടെ ഒരു വെള്ള വസ്ത്രം നിഷ്കളങ്കമായി ജീവിക്കാൻ ഈ വിശുദ്ധ വസ്ത്രം നീ അലങ്കരിക്കപ്പെടുന്ന പ്രാർത്ഥന ആണോ അല്ലയോ? അങ്ങനെ ഒരു വിശുദ്ധിയുടെ കൊച്ചു കീറത്തുണി അല്ലെ ഒരു വസ്ത്രം നൽകിയിട്ട് നമ്മളെ പറഞ്ഞു വിടുക ആണോ? അതിനുശേഷം നമ്മൾ പിന്നീട് വരുന്നുണ്ട്. ഈ ബേമായുടെ മുമ്പിൽ ഒരു കൊച്ചു മേശ ഇട്ടിട്ട് ആ മേശയിൽ എന്താ വെച്ചിരിക്കുന്നത്? മന്ത്രകോടി അല്ലേ? ആ മന്ത്രകോടി ആശീർവദിക്കുന്ന സമയത്ത് വൈദികം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? കൃപയുടെ അനശ്വര വസ്ത്രത്താൽ ഈ വധുവരന്മാരെ അനുകരിക്കുന്ന ഈ മന്ത്രകോടി അവിടുന്ന് ദയാപൂർവ്വം ആശീർവദിക്കുന്ന പ്രാർത്ഥിക്കുന്നു അല്ലേ? കൃപയുടെ അനശ്വര വസ്ത്രത്താൽ വധുവരന്മാരെ അലങ്കരിക്കുന്ന ഈ മന്ത്രകോടി ദയാപൂർവം അവിടുന്ന് ആശീർവദിക്കണമേ എന്ന്. നമുക്കറിയാം, ചേട്ടൻ ചേച്ചിയെ പതപ്പിക്കുന്ന പരിപാടിയല്ലേ മന്ത്രകോടി, ആണോ അല്ലയോ? സഭയ്ക്ക് തെറ്റുപറ്റിയോ? സഭ പ്രാർത്ഥിക്കുന്ന എന്നതാണ്? കൃപയുടെ അനശ്വര വസ്ത്രത്താൽ ഈ വധുവരന്മാരെ അലങ്കരിക്കുന്ന ഈ മന്ത്രകോടി ദയാപൂർവം ആശീർവദിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥനയുടെ അർത്ഥം വെച്ചാണ് എങ്ങനെയാ അത് പുതയേണ്ടത്? ചേട്ടനും ചേച്ചിയും കൂടെ ഇതിന് കീഴേ വരേണ്ടതല്ലേ? എടുക്കാൻ മേലാത്തൊരു മന്ത്രകോടി ചേച്ചിയുടെ നെറ്റിൻ്റെ മണ്ടലിട്ടിട്ട് ചേട്ടൻ കൈയും കെട്ടി നോക്കി നിൽക്കുക അല്ലേ? ആണോ അല്ലയോ? അന്ന് തുടങ്ങിയ ഭാരഞ്ഞമക്കലല്ലേ? ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ അവരിരുവരും ശരീരമായി തീരുകയാണ്. അപ്പോൾ ഈ മഹത്വത്തിൻ്റെ രാജകീയമായ വസ്ത്രം ധരിച്ച് രാജകീയമായ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയുടെ ആദ്യത്തെ പ്രാർത്ഥന നിങ്ങൾ ചെല്ലിക്കോ എന്ന് നമുക്ക് ചെല്ലാം. നമുക്ക് കുർബാനയിൽ ആദ്യം ചെല്ലാൻ നമുക്ക് ആ പ്രാർത്ഥന കിടപ്പുണ്ട്. ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങ് ഞങ്ങൾക്ക് കഞ്ഞി നൽകിയ രക്ഷയെപ്രതി അങ്ങേക്ക് ഞങ്ങൾ പുരോഹിത ശുശ്രൂഷ നിർവഹിക്കട്ടെ. മുഴുവൻ എൻ്റെ കുർബാനയിലെ മുഴുവൻ പ്രാർത്ഥന ശ്രദ്ധിച്ചോളാം സ്നേഹമുള്ളവരെ. ഒരിടത്തും ഞാനെന്നോ എൻ്റേതെന്നോ വാക്കുകളില്ല. ആകെ പറയുന്നത് കർത്താവെ ആശീർവദിക്കണേ, എൻ്റെ സഹോദരരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനാ സഹായമല്ലാതെ ഒരൊറ്റ വാക്ക് പോലും അച്ഛൻ എൻ്റേതെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. മുഴുവനും വാക്ക് പറയുന്നതെന്ന് അറിയാമോ? ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തുതി കരയറ്റുന്നു.
മുഴുവനും ബഹുവചന പദത്തിലാണ് കടന്നു പോയിരിക്കുന്നത്. നമ്മൾ എന്ന് പറഞ്ഞാൽ എന്നറിയാമോ, ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഈ രാജകീയമായി പൗരോഹിത്യമാണ്. സ്നേഹമുള്ളവരെ, ഞാനൊരു പുരോഹിതനായി തീരുന്ന എപ്പോഴാണ്? ഈ ശുശ്രൂഷ പൗരോഹിത്യം എവിടെ നിർവഹിക്കപ്പെടുന്നത്? ഞാൻ കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോഴാണ് ഞാൻ കർത്താവിൻ്റെ പുരോഹിതനായിട്ട് മാറുന്നതാണോ അല്ലയോ? ഞാൻ ഈ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നില്ല എങ്കിൽ ഞാനും നിങ്ങൾ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരു പുരോഹിതനെ പുരോഹിതനാക്കി തീർക്കുന്നത് അവൻ്റെ ശുശ്രൂഷ പൗരോഹിത്യം നിർവഹിക്കപ്പെടുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാജകീയമായ പൗരോഹിത്യം അത് നിർവഹിക്കപ്പെടുന്നത് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പുരോഹിതരായിട്ട് നിന്ന് തന്നെ ബലിയർപ്പിക്കുമ്പോഴാണ്. ആ പ്രാർത്ഥനകൾ മുഴുവൻ ഇന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പരിശുദ്ധ കുർബാന രാജകീയ പൗരോഹിത്യം പങ്കുചേർന്ന് ആ പൗരോഹിത്യമാണ് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നതും ആചരിക്കുന്നതൊക്കെയും. ആ പൗരോഹിത്യത്തിന് നിർവഹണമാണ് അവിടെ നടക്കുക. അപ്പം അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ, നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയുടെ അൾത്താരയിലും ആ തീക്കനൽ അണഞ്ഞു പോകാതെ അവിടെ ബലിപീഠത്തിൽ ബലിക്കല്ല് കത്തിക്കാൻ, ബലിക്കല്ല് തീ കത്തിക്കാനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്ന രാജകീയമായ പൗരോഹിത്യം നിങ്ങൾക്കുണ്ട്. ആ പൗരോഹിത്യ ശുശ്രൂഷയാണ് ദൈവം അക്കരയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി ശിഷ്യന്മാരോട് നമ്മൾ കാണിച്ചിരുന്നതും. ഈ ശിഷ്യന്മാരെ കൂട്ടി അക്കരയ്ക്ക് കൊണ്ടുപോയി ശാന്തതയിൽ കൊണ്ടുപോയതും അത് തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ശാന്തമാക്കണം, കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം. അതുകൊണ്ട് സോളമൻ രാജാവ് തൻ്റെ സർവ്വപ്രതാപത്തിലും നിൽക്കുമ്പോഴും സോളമൻ രാജാവ് എന്താ ചെയ്തത്? അവൻ ആയുസ്സിന് വേണ്ടി അവൻ ഒന്നും ചോദിച്ചില്ല. അവൻ പറഞ്ഞു, ഈ ജനത്തെ നയിക്കാൻ വേണ്ട ഭരണനീതിബോധം അല്ലേ ജ്ഞാനം എനിക്ക് നൽകണമേ. നമ്മുടെ നിയമസഭയിലും മിനിങ്ങാന്ന് മുഴങ്ങിയ വാക്യം അത് തന്നെയാണ്. നമ്മുടെ സജി ചെറിയാൻ പറഞ്ഞ് എന്തോ കാര്യം എവിടുത്തെ കാര്യം പറഞ്ഞു എൻ്റെ കയ്യിൽ മോശയുടെ വടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞല്ലേ. ഈ കടല വിഞ്ഞത്തെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. മോശയുടെ കയ്യിലെ വടിയൊന്നും ഇല്ല എന്ന് നിയമസഭയിൽ പറഞ്ഞു. അപ്പം എന്നിട്ട് തിരിച്ച് സതീശൻ മറുപടി കൊടുക്കുന്നുണ്ട്, ചെങ്കോല് മോശയുടെ വടി വേണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ സോളമൻ രാജാവ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഈ ജനത്തെ നീതിപൂർവ്വം നയിക്കുന്നതിന് വേണ്ടി, ഭരണപാഠത്തിന് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന. കുറഞ്ഞ പക്ഷം അത്രയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണമെന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. എനിക്ക് സന്തോഷം തോന്നി, നമ്മുടെ ബൈബിളെങ്കിലും അവിടെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടല്ലോ എന്നത്. ഇത്രേ പറഞ്ഞുള്ളൂ. സജി ചെറിയാനോട് പ്രതിപക്ഷ നേതാവ് കൊടുത്ത മറുപടിയാണ്, ഈ ജനത്തെ ഭരിക്കാൻ ആവശ്യമായ നീതിബോധ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, ഈ പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള കാര്യം തെളിയിക്കപ്പെടുമെന്ന് പറഞ്ഞത്. അല്ല, നിങ്ങളുടെ യൂട്യൂബിനകത്ത് ക്ലിപ്പ് കിടപ്പുണ്ടത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മളൊരു കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഒരു പൗരോഹിത്യ ശുശ്രൂഷയാണ് അവിടെ നിർവഹിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളേക്ക് ഈ ഒരു തിബേരിസ് കടൽ തീരുന്ന കോൺടെസ്റ്റിൽ കൊണ്ടുവരണം. സ്കൂള് വിട്ട് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ, ഓഫീസ് വിട്ട് തിരക്ക് പിടിച്ച് വരുന്ന, വീടിൻ്റെ അടുക്കള മുതൽ ഇങ്ങനെ നടക്കുന്ന നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതം, ആ ജീവിതത്തിൻ്റെ ഒക്കെ സായാഹ്നത്തിലും കർത്താവാനുമേ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, കർത്താവിൻ്റെ ഭക്തര് ഉറങ്ങുമ്പോഴും അവർക്ക് ആവശ്യമായതെല്ലാം അവിടുന്ന് രാത്രി പ്രദാനം ചെയ്യും അല്ലേ. അതായത് യഹൂദരുടെ പശ്ചാത്തലം അനുസരിച്ച് ദിവസം ആരംഭിക്കുന്ന എപ്പോഴാണ്? സായാഹ്നത്തിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ റംശ പ്രാർത്ഥനകൾ കംപ്ലീറ്റ് ഇന്ന് റംശ പ്രാർത്ഥന ചെല്ലിയാൽ നാളെ ഞായറാഴ്ചത്തെ റംശ പ്രാർത്ഥന ചെല്ലുന്നത്. അപ്പം ദിവസം ആരംഭിക്കുന്നത് സായാഹ്നത്തിലാണ്. എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവൻ എന്നാ ചെയ്യുന്നറിയാമോ? ഇവൻ പോയി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഉറങ്ങുന്ന മനുഷ്യന് രാവിലെ വേണ്ടത് 12 അല്ലെങ്കിൽ 8 മണിക്കൂർ അവൻ സുഖമായിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങിക്കഴിയുമ്പോൾ രാവിലെ അവന് വേണ്ടതെല്ലാം ദൈവം കൊടുക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ കാലിന് ബലവും, ജോലി ചെയ്യാൻ കൈക്ക് കരുത്തും, കണ്ണിന് കാഴ്ചയും, കേൾവി ശക്തിയും, സംസാരശേഷി എല്ലാം നൽകി അവനെ കീ കൊടുത്ത് മുറുക്കി വിട്ടേക്കുക അല്ലേ. ആണോ അല്ലയോ? ഇത്ര പരിപാലയുടെ കരം കൈയാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. നമ്മുടെ കുടുംബം ശാന്തമാകണം, ദൈവത്തിൻ്റെ സന്നിധി വന്നിരിക്കണം, പ്രാർത്ഥിക്കണം. കരുതലുള്ള ഒരു അപ്പനിലേക്കും അമ്മയിലേക്കും നമുക്ക് വളരണം. വചനം കേൾക്കുന്നവർ മാത്രമായി ചെന്ന് ആത്മവഞ്ചകരായിട്ട് മാറരുത്, വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് മാറണം. ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ്റേതാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. കുറവും ഒരിടത്തും ഉണ്ടാവുകയില്ല. കൊച്ചു കാര്യങ്ങളെ ഉള്ളന്നേ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എൻ്റെ രീതി ഇതാണ്. ഞാൻ സുവിശേഷം വായിച്ച് കടന്നു പോയാൽ ഞാൻ എപ്പോഴും വീട്ടിൽ പോയിട്ടേ വരത്തുള്ളൂ. എല്ലാ ദിവസവും വീട്ടിൽ പോകും. മിക്കവാറും സമയത്ത് വീട്ടിലാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ഇടവകപ്പള്ളി വിട്ടു പോകുന്നിടത്തിലല്ല ഞാൻ പറഞ്ഞത്. എന്നേലും ബൈബിൾ വായിച്ചാൽ പെട്ടെന്ന് നമുക്ക് അതിനെക്കുറിച്ച് കൂട്ടി ചിന്തിക്കാൻ ഒരു സംഭവം വീട്ടിലുണ്ടാവും. ഈ സംഭവത്തിലേക്ക് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഓർത്തേക്കരുത് നേരം വിളിച്ച് കാപ്പൂടി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു. ഒരിക്കലും അങ്ങനെയല്ല. കാരണം അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ഇടവക ജനത്തോട് പറയും, മക്കളെ, നിങ്ങളാണ് ഞങ്ങളുടെ സുവിശേഷം. അതിനകത്ത് അക്ഷരത്തെറ്റ് കൂടിയാൽ ആശാൻ 1 പിഴച്ചാൽ ശിഷ്യന് 51 പിഴയ്ക്കുന്നൊക്കെ ആ കുഞ്ചൻ നമ്പേര് പാടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ ഒരു സുവിശേഷമായിട്ട് മാറട്ടെ. അവിടെ ദൈവാനുഗ്രഹങ്ങൾ ധാരാളമായിട്ടുണ്ടാകും. അതുകൊണ്ട് നോ പറയണ്ട, ഇല്ല എന്ന് പറയണ്ട, ഉണ്ട് എന്ന് പറഞ്ഞ് ശീലിക്കുക. ഇല്ലാവചനം പറഞ്ഞാൽ എന്നും പറയാൻ അതേ നേരം കാണുള്ളൂ. ആണോ? ഒരു നെഗറ്റീവ് എനർജി അല്ലേ അത്?
ഇല്ല ഇല്ല എന്ന് പറഞ്ഞു നോക്കിക്കുക, അത് നെഗറ്റീവ് എനർജിയാണ്. ആണോ അല്ലയോ? പോസിറ്റീവില് പറ, നമുക്കുണ്ട്, തമ്പുരാൻ കൂടെയുണ്ട്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന് സമ്പന്നതയിൽ നിന്ന് എനിക്ക് ആവശ്യമായതെല്ലാം അവൻ ഇഷ്ടപ്പെടുമ്പോൾ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. തക്ക സമയത്ത്, വൈകില്ല, നേരത്തെ ആവുകയില്ല. എപ്പോൾ എനിക്ക് ആവശ്യമായോ അപ്പോൾ തരും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആ ഒരു ദൈവപരിപാലനയിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. നിറയുന്ന കണ്ണുനീര് കണ്ട് മക്കൾ വളരട്ടെ. മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന നല്ല അപ്പൻ്റെയും അമ്മയുടെയും മുഖം കണ്ടാവണം മക്കൾ വളരേണ്ടത്. അത് അവർക്കൊരു വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് എനിക്കൊന്ന് അഗസ്തീനോസിനോട് ഈ മോനിക്ക പറഞ്ഞ സെൻറ്റൻസ് ഉണ്ടല്ലോ, എന്നതാ പറഞ്ഞത്? നീ എവിടെയായിരുന്നാലും ബലിയർപ്പിക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർത്തേക്കണമെന്ന്. അതാണ് മോനിക്ക പുണ്യവതി അഗസ്തീനോസിനോട് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അഗസ്തീനോസ് തിരിച്ച് മോനിക്ക പുണ്യോട് പറഞ്ഞ്, അല്ലെങ്കിൽ തൻ്റെ ഓഡിയൻസിനോട് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. എന്താണെന്നറിയാമോ? എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. അവരുടെ നോട്ടവും അവരുടെ പുഞ്ചിരിയും ദൈവമേ എന്നെ അങ്ങയെ എനിക്ക് കാണിച്ചു തന്നു. ഇന്ന് ഞാൻ അങ്ങയുടെ മകനായിരിക്കുന്നതിന് കാരണം അങ്ങ് എനിക്കിതുപോലൊരു അമ്മയെ തന്നതുകൊണ്ടാണ്. നമുക്കറിയാം, അഗസ്തീനോസിൻ്റെ വഴികൾ മുഴുവൻ നമുക്കറിയാം. ദൈവാനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ മകൻ പറയുകയാണ്, ദൈവമേ എൻ്റെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. അവരുടെ നോട്ടവും അവരുടെ പുഞ്ചിരിയും അങ്ങയെ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ഇന്ന് അങ്ങയുടെ മകനായിരിക്കുന്നതിന് കാരണം അങ്ങ് എനിക്ക് ഇതുപോലൊരു അമ്മയെ നൽകിയത് കൊണ്ടാണ് എന്ന് പറയുമോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെക്കുറിച്ച്? പറയൂ. എന്തേ നിങ്ങളെല്ലാവരും നിശബ്ദരായി പോയത്? എല്ലാവരുടെയും മുഖത്തെ ചിരി വാടിത്തുടങ്ങിയല്ലോ. പറയോ? ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ധ്യാനം തുടങ്ങിയതേ ഉള്ളൂ. ജീവിതമാവണം നമ്മുടെ സുവിശേഷം. അങ്ങനെ നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. നല്ല ദൈവമേ, നൽകിയ നല്ല ബോധ്യങ്ങൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബം ഒരു ദേവാലയമാക്കി തീർക്കാൻ, അവരെ അങ്ങയുടെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ കരങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവേ ഈ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കൃപ നൽകണമേ. അസ്വസ്ഥതകളും ആകുലതകളും ഏറെ നിറഞ്ഞ ഈ ജീവിതയാത്രയിലും ശാന്തമായി അങ്ങയുടെ കൂടെയായിരിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുർബാനയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലേക്കും എൻ്റെ കൃപ വർഷിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മേ. ശംസിയായിക്ക് സ്നേഹിക്കട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനിലൂടെ വലിയൊരു ദൈവാനുഭവം നമുക്ക് ലഭിക്കാൻ തക്ക വിധം കർത്താവ് ഒരുക്കിയതിന് നന്ദി പറയാം. അച്ഛനെയും അച്ഛൻ്റെ സഹോദരൻ അച്ഛൻ മനോജ് അച്ഛനെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് നന്ദി പറഞ്ഞ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് നന്ദി പറയുന്നു. വരും കാലങ്ങളിൽ കർത്താവ് കൊടുക്കാൻ പോകുന്ന എല്ലാ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ.